എടി, നമ്മൾ എപ്പോഴാ ടൂർ പോകുന്നതെന്ന് ഫിക്സ് ചെയ്തോ? നമ്മൾ അമ്മമാർ പറഞ്ഞത് വരുന്ന സൺഡേ പോകാമെന്നല്ലേ? അതെ, വരുന്ന സൺഡേ പോകാമെന്നാ പറഞ്ഞത്. ഏടാ ഉസു, നിനക്ക് ഏത് സ്ഥലത്ത് പോകുന്നതാ ഇഷ്ടം? നീ പിങ്കി മോളെ, നിനക്കെന്താ ചെവി കേൾക്കത്തില്ലേ? അന്റെ ഉസുവിളി എപ്പോഴാ ഒന്ന് നിർത്താ? എപ്പോ നോക്കിയാലും ഉസു പുസു ഉസു പുസു. വെറുപ്പിക്കല്ലേ വെറുപ്പിക്കല്ലേ. ഇജിങ്ങനെ നമ്മൾ അധികം വെറുപ്പിച്ചാലേ അന്റെ കൂടെ നമ്മൾ ടൂറല്ല ഒരു സ്ഥലത്തും വരുന്നില്ല. ഏടാ, ഞാനൊരു ഓളത്തിന് വിളിക്കണതല്ലേ എന്നെ ഉസു എന്ന്. ആ, എന്റെ മേലെ നീ അധികം മോളെ സൃഷ്ടിക്കണ്ട. അങ്ങനെ ഒരു ഓളത്തിന് അന്ന് ഞാൻ മങ്കി മങ്കി എന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ ഇപ്പൊ പറഞ്ഞു നടത്താം. എന്തോന്ന് അനക്ക് നമ്മളോട് ഇഷ്ടാണ് എന്ന്? അയ്യേ, നിന്നോടോ? നിന്റെ മോന്ത കണ്ടാൽ ആർക്കാടാ നിന്നോട് ഇഷ്ടം തോന്നാ? അവന്റെ ഒരു പൊട്ട സോഡാ കണ്ണടയും ബാഗും. ഹോ, നീ പിന്നെ ലോക സുന്ദരിയാണല്ലോ. നിന്റെ മോന്തേമേലുള്ളത് റെയ്ബാന്റെ കണ്ണടയായിരിക്കും അല്ലേ? എന്തായാലും നിന്റെ സോഡാ കണ്ണട പോലത്തെ കണ്ണടയല്ല എന്റെ കണ്ണട. എന്റെ കണ്ണട കാണാനെങ്കിലും ഭംഗിയുണ്ട്. നിന്റെ കണ്ണടയോ ഒരു മാതിരി വയസ്സന്മാർ വെക്കുന്ന പോലത്തെ കണ്ണടയും വെച്ചോണ്ട് അവൻ നടന്നോളൂ. ആരാടാ പറഞ്ഞ നിന്നോട് എനിക്ക് ഇഷ്ടാണെന്ന്? ചോദിച്ചു കേട്ടില്ലേ? നിന്നോടാ പറയാൻ പറഞ്ഞത്. ആരാ പറഞ്ഞതെന്ന്? അത് പിന്നെ കുറെ ആള് പറഞ്ഞിക്ക്. കുറെ ആളെന്ന് വെച്ചാൽ ആരാ പറഞ്ഞത്? അങ്ങനെ പലരും പറഞ്ഞ് നടക്കുന്നുണ്ട്. നീയേ അധികം വിഷയം മാറ്റാനൊന്നും നിൽക്കണ്ട. പറഞ്ഞു പറഞ്ഞ നീ എങ്ങോട്ടേക്കാ പോകുന്നത്? നിന്നോട് നമ്മൾ പറഞ്ഞതേ ഉസുവിളി നിർത്താനാണ്. നിർത്താനേ എനിക്ക് സൗകര്യമില്ല. ഞാൻ ഇനിയും വിളിക്കും ഉസു 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 ഉസു. എടീ പിങ്കി മോളെ, എന്തോ നാളെ കിടന്ന് അലറണത്? ആഹാ, നിനക്ക് ഇത്രക്ക് വാശിയോ? എന്നാ ഞാൻ കാണിച്ചുതരാം. മങ്കി മോളെ മങ്കി മോളെ മങ്കി മോളെ. എടാ ഉസ്മാനെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. ഹായ്, നല്ല രസമുണ്ട് നിങ്ങളുടെ തല്ലുപിടി കാണാൻ. ആഹാ, കൊള്ളാലോ. എന്തോ നാടി ചക്ക കൊന്ത്രം പാലും കാണിച്ചിങ്ങനെ ഇരിക്കണത്? ഏടാ, നീ എന്തിനാണ് ഞങ്ങളോട് ദേഷ്യം പിടിക്കണത്? എന്ത് പറഞ്ഞാലും ഇരിക്കാൻ നിങ്ങൾ രണ്ടാളുണ്ടാവല്ലോ. ഏടാ നോക്കിയാലോ. ഏടാ ഉസ്മാനെ, നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ. നിനക്ക് ദേഷ്യം കാണുമ്പോഴേ ഞങ്ങൾക്ക് ചിരിയാ വരണത്. ചിരിക്കടി, ചിരിക്കി, ഉറക്കെ ചിരിക്കി, ഇനിയും ഉറക്കെ ചിരിക്കി. എന്റെ കൈ എപ്പോഴാ നിങ്ങൾക്ക് മോതക്കിട്ട് കിട്ടാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് ദേഷ്യം പിടിച്ചാലേ ഞാൻ സിംഹമാണ്, സിംഹം. സിംഹോ? അതെടി സിംഹം തന്നെ. നിനക്കെന്താ ഇത്ര പുച്ഛം? നിന്നെ കണ്ടിട്ട് ഒരു എലിയുടെ അത്രയല്ലേ ഉള്ളൂ. ഞമ്മക്കുണ്ടാകെ പെരാന്ത് പിടിക്കണം കേട്ടോ. നമ്മുടെ ഈ ബാഗിലെ മുളക് പൊടിയുണ്ട്. നിങ്ങൾ അധികം എന്നെ കളിയാക്കി ചിരിച്ചാലേ നമ്മൾ ആ മുളക് പൊടി എടുത്തിട്ട് നിങ്ങളൊക്കെ കണ്ണിൽ വിതറും. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോ, മുളക് പൊടിയോ? അതെടി മുളക് പൊടി തന്നെ. നല്ല എരിയണ മുളക് പൊടി. എന്തേ, നമ്മൾ മുളക് പൊടി വിദ്യ പയറ്റണോ? ഏടാ ചതിക്കല്ലേടാ ഉസ്മാനെ, ഞങ്ങൾ തമാശ പറഞ്ഞതല്ലേ. ഞമ്മക്ക് അതൊക്കെ തമാശയായിട്ട് തോന്നിയിട്ടില്ല. ഏടാ ഉസ്മാനെ, സത്യമായിട്ട് തമാശ പറഞ്ഞതാണ്. നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ. നമ്മൾ ടൂറിന്റെ കാര്യമല്ലേ ചർച്ച ചെയ്തത്? നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. അതെ അതെ, നല്ലൊരു മൂഡ് കളയണ്ട. അങ്ങനെ മര്യാദയ്ക്ക് വാ. ഇപ്രാവശ്യം നമ്മൾ ക്ഷമിച്ചിരിക്കണം. ആദ്യം കളിച്ചാലുണ്ടല്ലോ നമ്മളെ മുളക് വിദ്യ പയറ്റും. പറഞ്ഞില്ലാന്ന് വേണ്ട. ശരി, ഇനി ഞങ്ങളൊന്നും പറയത്തില്ല. പണ്ടികൾ, ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെന്ന് തോന്നുന്നു. ശരി, ഇനി നമുക്ക് ടൂറിനെ പറ്റി ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് വന്നത് നമ്മൾ എവിടെയാ ടൂർ പോകുന്നതെന്നല്ലേ? ഹലോ, നിങ്ങളെന്താ മൂന്ന് പേരും ഒന്നും മനങ്ങാത്തത്? അന്തം വിട്ട കുന്തം പോലെ നിൽക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കേ. നമ്മൾ എവിടെയാ ടൂർ പോകുന്നതെന്ന് ഫിക്സ് ചെയ്തോ? ടൂറ് എനിക്കിഷ്ടം ഏതെങ്കിലും പൂളുള്ള സ്ഥലത്ത് പോകാനാണ്. വെള്ളത്തിൽ കളിക്കാനേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. എനിക്ക് നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം. ഇവിടൊക്കെ ഇപ്പൊ നല്ല ചൂടല്ലേ. അപ്പൊ തണുപ്പുള്ള സ്ഥലത്ത് പോയാലേ കുറച്ച് ആശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് തണുത്ത സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം.
ഒരു ബംഗ്ലാവാണ്. ഈ ബംഗ്ലാവോ? അതെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബംഗ്ലാവാണ്. അതേത് ബംഗ്ലാവാടാ? ഒന്ന് തെളിച്ചു പറ. ഇവിടെ നിന്നും 10-60 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വലിയ കൂറ്റൻ ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിന്റെ പേരാണ് ഡൊറോത്തി ബംഗ്ലാവ്. ഡൊറോത്തി ബംഗ്ലാവോ? അതെ, ഡൊറോത്തി ബംഗ്ലാവ്. അതെന്തിനാ അവിടേക്ക് പോകുന്നത്? അവിടെ എന്തോന്നാ കാണാനുള്ളത്? ആ ബംഗ്ലാവിന് അതിന് എത്രക്കാരം പ്രത്യേകതയുള്ളത്? അതൊരു പടുകൂറ്റൻ ബംഗ്ലാവാണ്. ആളുകൾ കണ്ടാൽ ഭയപ്പെടുന്ന ബംഗ്ലാവ്. ആ ബംഗ്ലാവിന്റെ ഉള്ളു മുഴുവൻ കൂരിരുട്ടാണ്. അവിടെ പടുകൂറ്റൻ മരങ്ങളുണ്ട്. ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ റൂമുകളുണ്ട്. അതിലുള്ള ഏതോ ഒരു റൂമിലായിരുന്നു പണ്ട് ഡൊറോത്തി മദാമ മരണപ്പെട്ടത്. ഇപ്പോഴും ആ മദാമയുടെ പ്രേതം അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. നമ്മൾ പറയുന്നത് സത്യമാണ്. പണ്ട് ഒരു മദാമയും സായിപ്പും കൂടെ വന്നതാണ് ഇങ്ങോട്ടേക്ക്. അവർക്ക് ആ നാട് ഒരുപാട് ഇഷ്ടായി. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടായി. അതിലെ ആ മദാമക്കായിരുന്നു സായിപ്പിനേക്കാൾ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആ മദാമ സായിപ്പിനോട് പറഞ്ഞതാണത്രേ ആ മദാമക്ക് ഇവിടെ ഒരു വീട് വേണമെന്ന്. എന്നിട്ടോ? ഇപ്പൊ ഇത്ര കേട്ടാ മതി. ബാക്കി കഥ നമ്മൾ നാളെ പറഞ്ഞു തരാം. എടാ ഉസ്മാനെ, നീ മുഴുവനായിട്ടും പറ. ബാക്കി എന്താ സംഭവിച്ചത്? അതല്ലേടി പറഞ്ഞത് ബാക്കി നമ്മൾ നാളെ പറഞ്ഞു തരാമെന്ന്. ഡിമാൻഡ് ആക്കാതെന്ന് വേഗം പറയടാ. ഇല്ല, ഇപ്പൊ ഞമ്മക്ക് പറയാനുള്ള മൂഡ് പോയി. ബാക്കി നമ്മൾ നാളെ പറയൂ. അപ്പൊ കൂട്ടുകാരെ, ഇതിന്റെ ബാക്കി കഥ നമ്മൾ നാളെ പറയും. എല്ലാരും ഇതിന്റെ ബാക്കി കഥ കേൾക്കാൻ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡ് കാണണേ. അതെ, ചാനൽ കണ്ടാൽ മാത്രം പോരാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം ബാക്കി കഥ നാളെ. എടാ ഉസ്മാനെ, നീ ഒന്ന് വേഗം ആ ഡൊറോത്തി ബംഗ്ലാവിന്റെ കഥ പറഞ്ഞതാ. തിരക്ക് കൂട്ടല്ലേ ഇവിടെ, ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. അതെ, ഒരു പടുകൂറ്റൻ ബംഗ്ലാവായിരുന്നു. എടാ ഉസ്മാനെ, നീ ഇന്നലെ തുടങ്ങിയല്ലോ അതൊരു പടുകൂറ്റൻ ബംഗ്ലാവ എന്ന് പറയാൻ. അതിന്റെ ബാക്കി കഥ പറ. അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. പിങ്കിമോളെ, അധികം ഓവറാക്കല്ലേ. അധികം ഓവറാക്കിയാലേ നമ്മൾ ആ കഥ പറഞ്ഞു തരത്തില്ല. നിന്റെ കഥ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കണ്ട. അല്ലെങ്കിലും ആ കഥ ഞാൻ നിന്നോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, പറഞ്ഞു തരുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടുപേരും? എടാ ഉസ്മാനെ, നിന്നോട് മര്യാദയ്ക്ക് ആ കഥ പറഞ്ഞു തരാൻ പറഞ്ഞത്. നമ്മൾ കഥ പറയണെങ്കിലേ ഇവളോട് ആദ്യം ബായി പൂട്ടാൻ പറ. എടി പിങ്കിമോളെ, നീ ഒന്ന് മിണ്ടാതിരിക്കും. അവൻ ആ കഥ പറയട്ടെ. ഞാനൊന്നും മിണ്ടുന്നില്ല, അവനോട് പറയാൻ പറ. ഞാൻ പറഞ്ഞ ഡൊറോത്തി ബംഗ്ലാവില്ലേ, അവിടെ ആ ഡൊറോത്തി മദാമയും അവരുടെ ഭർത്താവും കൂടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അവരുടെ കയ്യിൽ ഒരുപാട് കാശുമുണ്ടായിരുന്നു. ആ സായിപ്പും ആ മദാമയും കൂടെ ആ ബംഗ്ലാവ് വാങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരാൾ ആ ബംഗ്ലാവിന് നോട്ടമിട്ടിരുന്നു. അതാരാണ്? ഇജ്ജൊന്നും മിണ്ടാതിരിക്കണ്ട ഇവളെ. നമ്മൾ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതിന്റെ മുന്നേ നീ തോക്കിക്കാരി വെടിവെക്കല്ലേ. സോറി, നീ പറ. അതൊരു ദുഷ്ട മന്ത്രവാദിനിയായിരുന്നു. അയാൾക്ക് ആ ബംഗ്ലാവ് വേണമായിരുന്നു. പക്ഷേ അയാളുടെ കയ്യിൽ ആ ബംഗ്ലാവ് വാങ്ങിക്കാൻ മാത്രമുള്ള കാശുണ്ടായിരുന്നില്ല. ആ ബംഗ്ലാവ് വാങ്ങിക്കാൻ വരുന്നവരെയൊക്കെ ആ മന്ത്രവാദിനി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു. പക്ഷേ ഈ സായിപ്പിന്റെയും മദാമയുടെയും കയ്യിൽ ഇഷ്ടംമാതിരി പൈസ ഉള്ളത് കൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ സായിപ്പും മദാമയും കൂടെ കുറച്ചു കാലം ആ ബംഗ്ലാവിൽ സന്തോഷത്തോടെ താമസിച്ചു. ഒരു ദിവസം ആ സായിപ്പിന് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്നു. അയാൾ കുറച്ചു ദിവസത്തേക്ക് അയാളുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ആ ബംഗ്ലാവിൽ ഡൊറോത്തി തനിച്ചായി. ഈ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു ആ മന്ത്രവാദി. ഒരു ദിവസം ആ ഡൊറോത്തി കാണാതെ മന്ത്രവാദി ആ ബംഗ്ലാവിന്റെ ഉള്ളിലെത്തി. എന്നിട്ടോ ആ ദുഷ്ടനായ മന്ത്രവാദി ആ ഡൊറോത്തി അറിയാതെ പുറകിൽ പോയി നിന്ന് ഒരു വാളെടുത്ത് ആ ഡൊറോത്തിയുടെ കഴുത്ത് വെട്ടി. എടാ ഉസ്മാനെ, നീ പറയുന്നത് സത്യമാണോ? അതെടി, നമ്മൾ പറയുന്നത് സത്യമാണ്.
ദൊറോത്തിയുടെ കഴുത്ത് വെട്ടിയ ശേഷം ആ ബംഗ്ലാവ് മുഴുവൻ ചോര പടർന്നു. എന്നിട്ട് ഈ മന്ത്രവാദി എന്താ ചെയ്തതെന്ന് അറിയോ നിങ്ങൾക്ക്? ഇല്ല, എന്തോന്നാ ചെയ്തത്? ആ മദാമെ ഒരു വലിയ പെട്ടി കൊണ്ടുവന്നു ആ പെട്ടിയിലിട്ട് മൂടി. എന്നിട്ട് ആ ബംഗ്ലാവിന്റെ നടുക്ക് ഒരു വലിയ കുഴി കുഴിച്ചു. എന്നിട്ട് ആ പെട്ടിയോടെ ആ മദാമയെ ആ കുഴിയിലിട്ട് മൂടി. ഇതൊന്നും അറിയാതെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ആ സായിപ്പ് തിരിച്ചെത്തി. സായിപ്പ് തിരിച്ചെത്തിയിട്ട് ദൊറോത്തിയെ എല്ലായിടത്തും അന്വേഷിച്ചു. പക്ഷെ എവിടെയും കണ്ടില്ല. അങ്ങനെ സായിപ്പിനാകെ സങ്കടമായി. ദൊറോത്തി മദാമ ഇല്ലാത്ത ആ ബംഗ്ലാവിൽ സായിപ്പിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ആ സായിപ്പ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ആ ബംഗ്ലാവ് തനിച്ചായി. നിറയെ മുറികളും അവിടെയൊക്കെ ആകെ കൂരിരുട്ടും പരന്നു. ചിലന്തി വല പിടിച്ച് അതൊരു പ്രേത ബംഗ്ലാവായി മാറി. അങ്ങനെ കുറെ കാലം ആ ബംഗ്ലാവ് അടച്ചിട്ടു. ആ ബംഗ്ലാവിൽ പിന്നെ ആരും കയറാതെയായി. അങ്ങനെ ആ ബംഗ്ലാവ് ആരും ഉപയോഗിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഈ മന്ത്രവാദി അവിടെ താമസം തുടങ്ങി. അയാളുടെ ലോകമായി മാറി പിന്നെ അത്. അങ്ങനെ കുറച്ചു കാലം ആ മന്ത്രവാദി അവിടെ തനിച്ച് താമസിക്കാൻ തുടങ്ങി. കുറച്ചു കാലം മാത്രമേ ആ മന്ത്രവാദി അവിടെ താമസിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതെന്താടാ? അതെ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ മന്ത്രവാദിയെ ആരോ അവിടെ കൊന്നിട്ടിട്ടാണ് കണ്ടത്. അങ്ങനെ ആ ബംഗ്ലാവിനെ കൊണ്ട് ആളുകൾക്കൊക്കെ സംശയമായി തുടങ്ങി. ഈ മന്ത്രവാദിയെ ദൊറോത്തി മദാമയുടെ പ്രേതം കൊന്നെന്നാണ് പറയപ്പെടുന്നത്. അതെ, ദൊറോത്തി മദാമയുടെ പ്രേതം. പിന്നീട് ആ ബംഗ്ലാവിലേക്ക് ആരൊക്കെയോ കയറി ചെന്നു. പക്ഷേ അവരൊക്കെ ആ പ്രേതം കൊന്നു തള്ളി. പോയവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നാ പറയുന്നത്. ഇവനീ പറയുന്നതൊക്കെ സത്യമാണോ? അതെ, ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള കഥയാണ്. ആ ദൊറോത്തി ബംഗ്ലാവ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അതിലൂടെ ദൊറോത്തിയുടെ പ്രേതം അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആരൊക്കെയോ അവിടെ ദൊറോത്തിയുടെ പ്രേതത്തെ കണ്ടിട്ടുണ്ട്. രാത്രി കാലഘട്ടത്തിൽ അതിന്റെ ഉള്ളിലെ ചിലങ്കയുടെ ശബ്ദം കേൾക്കാറുണ്ടത്രേ. പിന്നെ വെള്ള ഉടുപ്പും നീണ്ട മുടിയും വെളുത്ത കണ്ണുമുള്ള ആ ദൊറോത്തിയുടെ പ്രേതം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുമത്രേ. ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ പ്രത്യേകതരം ഒരു ശബ്ദമുണ്ട്. രാത്രിയാകുമ്പോൾ അവിടെ നിന്നും നായി ഓരിയിടും. പക്ഷികളുടെ ചിറകടി ശബ്ദം കേൾക്കാം. പിന്നെ ആരുടെയോ അട്ടഹാസം കേൾക്കാം. എടാ ഉസ്മാനെ, നീ നിർത്തുന്നുണ്ടോ? എനിക്ക് പേടിയാവുന്നു. അതെടാ, മതി മതി, ഞങ്ങൾക്ക് പേടിയാവുന്നു. നിനക്ക് എവിടുന്ന് കിട്ടി ഈ ഒരു ദൊറോത്തി ബംഗ്ലാവിന്റെ കഥ? ആ, ഈ കഥയൊക്കെ നമുക്ക് ആദ്യം അറിയാം. ഈ ബംഗ്ലാവ് കാണാൻ പോകണമെന്നാ ഞാൻ പറയുന്നത്. എന്ത്? ഈ ബംഗ്ലാവ് കാണണമെന്നോ? നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? അതെ, അവിടെ എങ്ങാ നമ്മൾ പോയ നമ്മുടെ പൊടി പോലും ബാക്കി ഉണ്ടാവത്തില്ല. ആ പ്രേത ബംഗ്ലാവിൽ പോയിട്ട് നമ്മൾ എന്തോന്ന് കാണാനാ? ദൊറോത്തിയുടെ പ്രേതത്തെയോ? നിനക്ക് അവിടെ എന്തോന്നാ കാണാനുള്ളത്? നമുക്ക് ഭയങ്കര ധൈര്യ. നമുക്ക് ആ ബംഗ്ലാവ് ഒന്ന് കാണാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. ഭയങ്കര ധൈര്യം തന്നെ. ഇവിടെ നിന്ന് തന്നെ ഒരു പട്ടി ഓരിയിട്ടാൽ നിക്കറിൽ മുള്ളുന്ന നീയാണ് അങ്ങ് ദൊറോത്തി ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നത്. അവരും അവന്റെ ഒരു ദൊറോത്തി ബംഗ്ലാവും. ആ, നിങ്ങൾ വരണില്ലെങ്കിൽ വരണ്ട, നമ്മളെ ഒറ്റയ്ക്ക് പോയിക്കോളാം. എവിടെ? ആ ബംഗ്ലാവിലേക്കോ? നീ ഒലക്ക പോകും. ഒലക്കയല്ല, ഒരള്. നമ്മൾ പോയിക്കോളാം. വെറുതെ പുളുവടിക്കല്ലേ എടാ പുളുവടി ഉസ്മാനെ. മര്യാദയ്ക്ക് നമുക്ക് നമ്മുടെ അമ്മമാർ പറഞ്ഞ സ്ഥലത്ത് പോകാൻ ടൂറ്, അല്ലാതെ ഒരു ബംഗ്ലാവിലേക്കും പോകണ്ട. എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് തന്നെ ഞങ്ങളുടെയും അഭിപ്രായം. എടാ ഉസ്മാനെ, നീ ഞങ്ങളുടെ കൂടെ ടൂർ വരുന്നില്ലേ? അതോ നീ ദൊറോത്തി ബംഗ്ലാവ് കാണാനാണോ പോകുന്നത്? അത് പിന്നെ നിങ്ങളുടെ കൂടെ വരാണ്ട് പിന്നെ ഞാൻ എവിടെ പോകാനാ? ഞാനും നിങ്ങളുടെ കൂടെ തന്നെയാ വരുന്നത്. സത്യം പറയടാ ഉസ്മാനെ, നീ പറഞ്ഞതൊക്കെ സത്യമായ കാര്യമാണോ? എടി, ഇതൊക്കെ സത്യം തന്നെയാണ്. എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ കഥയാണ് ഇതൊക്കെ. അവൻ ഈ ദൊറോത്തി ബംഗ്ലാവ് കണ്ടിട്ടുണ്ടത്രേ. ഓ, നിന്റെ ഫ്രണ്ട് അല്ലേ? അപ്പൊ നിന്നെ പോലെ തന്നെ പുളുവടിയുള്ള ആരെങ്കിലും ആയിരിക്കും അത്. അതെ അതെ, അല്ലാതെ ഇക്കാലത്ത് എവിടെയാ പ്രേതവും ഭൂതമൊക്കെ ഉള്ളത്? അവനും അവന്റെ ഒരു ദൊറോത്തി പ്രേതവും. ഇനി മേലാൽ ഇങ്ങനത്തെ ഓരോ പുളുവടിയും കൊണ്ട് നീ അത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഞങ്ങളുടെ കൂടെ നിന്നെ കൂട്ടുകൂട്ടില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. വാടി കുഞ്ഞാവേ, നമുക്ക് നാളത്തെ ടൂറിനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യേണ്ടതല്ലേ? അതെ അതെ, ഇവന്റെ കഥയും കേട്ട് നിന്നാലേ അതൊന്നും നടക്കത്തില്ല. നീ നടക്ക്. അങ്ങോട്ട് മാറി നിക്കടാ. എടാ
അല്ലോ എടി പിങ്കി മോളെ, കുഞ്ഞാവേ എന്നെ കൂട്ടാതെ പോകാതെ, ഞാനും വരുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് വാ, അവിടെ നിന്നാലേ നിന്നെ വല്ല ദൊറോത്തിയും പിടിച്ചു കൊണ്ടുപോകും. അല്ലോ ദൊറോത്തിയോ? അയ്യോ പ്രേതം പ്രേതം, അയ്യോ എന്നെ രക്ഷിക്ക്, പ്രേതം പ്രേതം. എടി കുഞ്ഞാവേ, നീ എന്തൊക്കെയാ പറയണത്? ആ പ്രേതം എന്നെ പിടിച്ചേ. എടി കുഞ്ഞാവേ, ഇത് പ്രേതമല്ല, ഞാനാ. നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ? കണ്ടു കണ്ടു കണ്ടില്ല. എന്തോ നെടി ഇത്? നീ എന്താ വല്ല പാട്ടും പാടി കളിക്കുകയാണോ? കണ്ടു കണ്ടു കണ്ടില്ല എന്ന് പറഞ്ഞേ? അതല്ലടി, ഇവിടെ ഇപ്പൊ ഒരു പ്രേതം വന്നു. ഞാൻ അതിനെ കണ്ടു, പക്ഷെ പിന്നെ അതിനെ എവിടെയും കണ്ടില്ല. പ്രേതമല്ല ഉള്ളത്, ഭൂതമാ. അവൾ ഉറക്കത്തോരോ സ്വപ്നം കണ്ടിട്ട് പിച്ചും പൈയും പറഞ്ഞ് നടക്കുന്നു, വെറുതെ ബാക്കിയുള്ളവരുടെ ഉറക്കം കൂടെ ഇല്ലാതാക്കാൻ. അതല്ലടി, സത്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രേതത്തെ കണ്ടതുപോലെ തോന്നി. ദൊറോത്തി മദാമിയുടെ പ്രേതമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓ, അപ്പൊ അതാണ് കാര്യമല്ലേ? നീ ആ ഉസ്മാൻ പറഞ്ഞ കഥയെ വിശ്വസിച്ചിട്ട് അത് ആലോചിച്ചിട്ട് കിടന്നിട്ടാ? അതല്ല കുഞ്ഞാറ്റെ, ദൊറോത്തിയുടെ പ്രേതം എന്റെ രക്തം കുടിക്കാൻ ഇവിടെ വന്നതുപോലെ എനിക്ക് തോന്നി. സത്യമായിട്ടും അതെന്റെ രക്തം കുടിക്കാൻ വന്നത് തന്നെയാ. എന്നിട്ട് എന്റെ നീ അതിന് രക്തം കൊടുക്കാതിരുന്നത്? നിനക്ക് കുറച്ച് രക്തം കൊടുക്കാമായിരുന്നോ? നിന്റെ കഴുത്തിലും കാതിലും ഒക്കെ ഇഷ്ടം പോലെ രക്തമില്ലേ? കുറച്ച് അതിന്റെ ദാഹം മാറാൻ നിനക്ക് കൊടുത്തുകൂടായിരുന്നോ? കുഞ്ഞാറ്റെ, നീ എന്തൊക്കെയാ പറയണത്? ഞാനാണ് എന്തൊക്കെയാ പറയണത്? നീ അല്ലേ പിച്ചും പയ്യും പറയണത്? അവിടെ പ്രേതത്തെ കണ്ടുപോലും, പ്രേതത്തെ. അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉസ്മാൻ ഇട്ട രണ്ട് തല്ല് കൊള്ളേണ്ടത്. അവനും അവന്റെ ഒരു ദൊറോത്തി മദാമയും. മര്യാദയ്ക്ക് നിന്നോട് കിടന്നുറങ്ങാൻ പറഞ്ഞത്. നാളെ നമുക്ക് ട്രിപ്പ് പോകേണ്ടതല്ലേ? അമ്മ പറഞ്ഞില്ലേ രാവിലെ എഴുന്നേൽക്കണമെന്ന്? നമ്മുടെ പാക്കിംഗ് ഒന്നും അതും കഴിഞ്ഞിട്ടില്ല. നല്ലതുപോലെ ഉറങ്ങിയാൽ മാത്രമേ ട്രിപ്പിനൊക്കെ ഒരു സുഖമുണ്ടാകൂ. നിന്നോടാ പറഞ്ഞത് കിടന്നുറങ്ങാൻ. ഏടി കുഞ്ഞാറ്റെ, എന്നാൽ നീ എന്റെ കൂടെ കിടക്കുമോ? ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. നിന്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ എവിടെയാ കിടക്കുന്നത്? വേണമെങ്കിൽ വന്ന് കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ആഹാ, അത് ശരി. അമ്മയുടെ ഇന്ന് ട്രിപ്പിന്റെ കാര്യം മറന്നുപോയോ? ട്രിപ്പ് പോകണ്ടേ നമുക്ക്? അമ്മ ഇതുവരെ പോകാൻ റെഡിയായില്ലല്ലോ. അയ്യോ, കൊച്ചമ്പ്രാട്ടിയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എന്നോട് റെഡിയായിട്ടെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? പോകുമ്പോൾ എടുക്കേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ? അതൊക്കെ അമ്മയല്ലേ പാക്ക് ചെയ്യേണ്ടത്? എല്ലാ പണിയും കൂടെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ സഹായിച്ചാൽ എന്താ? നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ പാക്ക് ചെയ്ത് വെച്ചുകൂടെ? അമ്മ, അതൊക്കെ ഞങ്ങൾ എപ്പോഴേ പാക്ക് ചെയ്ത് വെച്ചു. കമലാന്റിയോ സൈനമ്മയോ ഒക്കെ റെഡി ആയിട്ടുണ്ടാകും. ഈ അമ്മ മാത്രം ഇവിടെ നിന്ന് ആലോചിച്ച് കുത്തിരിക്കുക. ഓ, ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോ രണ്ടുപേർക്കും എന്താ ആവേശം? നിങ്ങളുടെ ഈ ഒരു ആവേശമൊന്നും സ്കൂളിലേക്ക് പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴൊന്നും കാണുന്നില്ലല്ലോ. അമ്മ, സ്കൂളിൽ നിന്നും പറഞ്ഞ് ഇപ്പൊ വെറുപ്പിക്കല്ലേ? ആ മതി മതി, എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കണത്. നിങ്ങളുടെ കുളിയും കൂടെ കഴിഞ്ഞാ മതി. നമ്മൾ എവിടേക്ക് പോകുന്നെന്ന് തീരുമാനിച്ചമ്മ? കുറെയൊക്കെ തീരുമാനിച്ചു. എവിടേക്കാ? നമ്മളെ മൂന്നാറിലേക്കാണ് പോകുന്നത്. മൂന്നാറിലേക്കോ? അവിടെ പോളി സ്ഥലമല്ലേ? ജോളി. എടി കുഞ്ഞാറ്റെ, കുഞ്ഞാവേ, നിങ്ങൾക്ക് കാര്യം അറിയോ? നമ്മൾ എവിടെയാ ട്രിപ്പ് പോകുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മളെ മുന്നാറിലേക്കാണ് പോകുന്നത്. അതെ, ഈ മുന്നാറ് സൂപ്പർ സ്ഥലമല്ലേ? സൂപ്പർ സ്ഥലമല്ലേന്നോ? പൊള്ളി സ്ഥലമാണ് അവിടെ. ഇജ്ജ് കാണേണ്ടത് ഇവിടെ അവിടെ ഒക്കെ അതിമനോഹരമായ സ്ഥലമാണ് അവിടെ. അതിന് നീ ഇതിനു മുമ്പ് അവിടെ കണ്ടിട്ടുണ്ടോ? അത് പിന്നെ അതില്ല. പിന്നെ അത് അതിമനോഹരമായ സ്ഥലമാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? എടി പിങ്കി മോളെ, കഥയിൽ ചോദ്യമില്ല, അല്ലെങ്കിൽ നിനക്ക് ചോദ്യങ്ങൾ കുറച്ച് കൂടുതലാണ്. അത് അതിമനോഹരമായ സ്ഥലമാണെന്ന് എനിക്കറിയാം. മക്കളെ, കമലേ സൈന്യൊക്കെ പോകാൻ റെഡിയായോ? മമ്മി പോകാൻ റെഡിയായല്ലോ സുമേന്റി. മമ്മിയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളെ ഉമ്മച്ചിയുടെ ഒരുക്കം കഴിഞ്ഞു. അതെന്താ പാത്തുമ്മ വരുന്നില്ലേ? ഡെല്ലിമ്മയുടെ ഒരുക്കം എപ്പോഴേ കഴിഞ്ഞു. കണ്ടോ കണ്ടോ അമ്മ, ഇവരുടെ ഒക്കെ ഒരുക്കം കഴിഞ്ഞു. അമ്മ ഇവിടെ നിന്ന് എന്തോന്ന് ആലോചിക്കുക? ഒന്ന് വേഗം പോയി റെഡിയാവമ്മ. ഓ ശരി മക്കളെ, നിങ്ങളും പോയി വേഗം റെഡിയായിക്കോ. നമുക്ക് പോകാനുള്ള വണ്ടിയെ 3 മണിക്ക് വരും. അപ്പോഴത്തേക്കും എല്ലാവരും പോയി സുന്ദരി കുട്ടികളായിട്ട് വാ. നമുക്ക് 2 ദിവസം അടിച്ചു പൊളിക്കാന്നേ. ഓക്കെ സുമേന്റി. എനിക്ക് മൂന്നാറെന്ന് കേൾക്കുമ്പോൾ ശരീരം ഒക്കെ തണുക്കുന്നു. അവിടെ ഒക്കെ ഇപ്പൊ
നമ്മളടുത്ത് ഒരു കൂട്ടം സെറ്റ് ഉണ്ട്, നമ്മൾ അത് എടുക്കും പോകുമ്പോ. ഓ, നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട് സെറ്റ്. വലിയ കാര്യായിപ്പോയി. ഇതൊന്ന് പോരണ്ട ഇവിടെ എവിടുന്ന്. നീ എന്തിനാണ് ഉസ്മാനെ എപ്പം നോക്കിയാലും എന്നോട് ഇങ്ങനെ തല്ലി പിടിക്കണത്? എന്റെ മോന്ത കാണുമ്പോഴേ തല്ലി പിടിക്കാനല്ല തോന്നുന്നത്, ഒരു തല്ലങ്ങോട് തരാനാ. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരുടെയും വഴക്ക്? നിങ്ങളോടാ മര്യാദയ്ക്ക് പോയിട്ട് റെഡിയാവാൻ പറഞ്ഞത്. ഞമ്മള് പോന്നാ റെഡിയാവാൻ. എടാ ഉസ്മാനെ പോകല്ലേ, ഞാനും വരുന്നുണ്ട്. നീ എന്തിനാടി അവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞത്? ഇതൊക്കെ എന്റെ ഒരു ട്രിക്ക് അല്ലേ, എങ്കിലേ അവര് പോയിട്ട് വേഗം റെഡിയാവത്തുള്ളൂ. ഹോ, അതാണോ? വാടി കുഞ്ഞാവേ, നമുക്കും പോയി റെഡിയാവാം. അതെ, എത്ര സമയമായി നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു? നമുക്ക് പുറത്ത് നിന്ന് എന്തെങ്കിലും കളി കളിച്ചുകൂടെ? അകത്തിങ്ങനെ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നില്ലേ? ശരിയാണ്, പിങ്കിമോൾ പറഞ്ഞ ശരിയാണ്. നമുക്ക് എന്തെങ്കിലും കളി കളിച്ചാലോ? നമ്മളില്ല മുറ്റത്തോട്ട്. മുറ്റത്ത് മഴ പെയ്തിട്ട് ആകെ ചളിയും വെള്ളവും ഒക്കെയാണ്. ചെളി മുഴുവൻ നമ്മുടെ കാലിൽ പറ്റി പിടിക്കും. എനിക്കത് ഇഷ്ടമല്ല. ഇവൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഞാനുമില്ല കളിക്കാൻ. അത് മാത്രമല്ല, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ അവളെയും കാത്തിരിക്കുകയാണ്. എനിക്കെങ്ങും വയ്യ നിങ്ങളുടെ കൂടെ കളിക്കാൻ. നിങ്ങൾ പോയി കളിച്ചോ. ഒരു വലിയ ജാടക്കാറ്. എടി കുഞ്ഞാവേ, നീ കളിക്കാനുണ്ടെങ്കിൽ വാ, നമുക്ക് കളിക്കാം. ഇവരില്ലെങ്കിൽ വേണ്ട, ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് രണ്ടുപേർക്കും പോയി ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാം. മഴ പെയ്തത് കൊണ്ട് ഗ്രൗണ്ടിൽ നിറയെ പൂമ്പാറ്റകൾ ഉണ്ടാകും. നമുക്ക് അതിന്റെ പുറകെ ഓടി കളിക്കാം. നല്ല രസമുണ്ടാകും കളിക്കാൻ. അത് മാത്രമല്ല, ഐസുകാരൻ ചേട്ടൻ വരുന്ന സമയമല്ലേ ഇത്. അതുകൊണ്ട് നമുക്ക് ഐസ് വാങ്ങിച്ചിട്ട് കഴിക്കാം. ഈ നല്ല മഴയുള്ള സമയത്ത് പുറത്ത് നിന്ന് ഐസ് വാങ്ങി കഴിക്കാൻ വേറെ തന്നെ ഒരു വൈബാണ്. എടി കുഞ്ഞാവേ, വൈബ് ആസ്വദിക്കാൻ നീ വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വാ, നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാന്നേ. അതെ, നമുക്കും വൈബ് ഭയങ്കര ഇഷ്ടാ. അതെവിടുന്നാടാ നിനക്ക് ഇപ്പൊ ഒരു ഇഷ്ടം വന്നത്? നീലേ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ നിന്റെ തീരുമാനം മാറിയോ? അത് പിന്നെ, ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഐസ് തിന്നാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഏടാ കൊതിയാ, നിന്റെ അടവൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. അല്ലെങ്കിലും ഞാനില്ലാതെ നിങ്ങൾ കളിക്കാൻ പോകുമോ? ഞാനില്ലാതെ നിങ്ങൾക്ക് കളിക്കാൻ പോകാൻ തോന്നുമോ? പിന്നെ നീയില്ലാതെ ഞങ്ങൾ പോകാതെ എന്താ? തീർച്ചയായിട്ടും പോകും. നിനക്ക് കളിക്കാൻ വരാൻ മടിയാത് കൊണ്ടല്ലേ നീ വരാത്തത്. അത് ഞങ്ങൾ എന്തിനാ നിന്നെയും കാത്തു നിൽക്കുന്നത്? അതൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിലും എനിക്കറിയാം ഞമ്മളാണ് നിങ്ങളുടെ ധൈര്യമെന്ന്. നിങ്ങൾ ഈ 3 പെൺകുട്ടികളുടെ ധൈര്യം ഞാൻ തന്നെയാണ്. ഒരു വലിയ ധൈര്യശാലി വന്നിരിക്കുന്നു. എടി കുഞ്ഞാറ്റെ, നീ ഞങ്ങളുടെ കൂടെ ഗ്രൗണ്ടിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചതാണോ? അതെ, ഞാൻ വരുന്നില്ല, എന്റെ ഒരു ഫ്രണ്ട് വരും. കുറെ സമയമായല്ലോ നീ ഫ്രണ്ട് വരും എന്ന് പറയുന്നു. ഏതാ ഫ്രണ്ട്? വല്ല ബോയ് ഫ്രണ്ടുമാണോ? ഒന്ന് പോടാ അവിടുന്ന്. ഇത് ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, എന്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടാണ്. അതേതാടി ഞങ്ങൾക്കറിയാൻ പറ്റാത്തൊരു ഫ്രണ്ട്? ഹോ എന്റെ പൊന്നോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഫ്രണ്ട് തന്നെയാണ്. എന്റെ ക്ലാസ്സിലത്തെ മീനു ഇല്ലേ, അവളാണ് വരുന്നത്. അവൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണത്? അതെന്തേ, അവൾക്ക് ഇങ്ങോട്ടൊന്നും വന്നുകൂടെ? ഞാൻ വെറുതെ ചോദിച്ചാണ്, പതിവില്ലാതെ ഒരാൾ ഇങ്ങോട്ട് വരുന്നത് കണ്ട് ചോദിച്ചാണ്. ആരോ പുറത്ത് ബെല്ലടിച്ചല്ലോ. അതവളായിരിക്കും, മീനുട്ടി. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മീനുട്ടി, അവളുടെ ഒരു മീനൂട്ടി. ഏതാടി ഈ മീനൂട്ടി? നിനക്കറിയാം അവളെ? എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് അവളെ. ഞമ്മക്ക് പണി തരുന്ന വല്ല കേസാണോ? നമ്മളോട് കളിക്കാൻ താല്പര്യമില്ലാതെ അവൾ മീനൂട്ടിയും കാത്തു നിൽക്കുകയല്ലേ. അവളുടെ ഒരു മീനൂട്ടി. ഡി പിങ്കി മോളെ, കുഞ്ഞാവേ, ഉസ്മാനെ, ഇതാണ് എന്റെ മീനുട്ടി. ഇവളെ എന്റെ ക്ലാസ്സിലത്തെ ന്യൂ അഡ്മിഷൻ ആണ്. ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് ആണ്. ഈ തവളക്കണ്ണിയാണ് ഇവളുടെ മീനൂട്ടി. ഹായ് ഫ്രണ്ട്സ്. നിങ്ങൾ എന്താ എന്നെ കണ്ടിട്ട് ഇങ്ങനെ മേച്ച് നോക്കണത്? അതെ, അവർക്ക് നിന്നെ പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ് നിന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. പിന്നെ തുറച്ചു നോക്കാൻ പറ്റിയൊരു മുതൽ കണ്ടേച്ചാലും മതി. ഞങ്ങൾ കളിക്കാൻ പോവാ, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഇവിടെ അടുത്ത് നല്ല കളിക്കുന്ന സ്ഥലമുണ്ടോ? അത്രക്ക് നല്ല സ്ഥലമൊന്നുമില്ല. ഞങ്ങളെ ഇവിടെ അടുത്തൊരു ഗ്രൗണ്ടിൽ പോവുകയാ. എടി കുഞ്ഞാറ്റെ, എങ്കിൽ എനിക്കൊരു സൂപ്പർ സ്ഥലം അറിയാം, നമുക്ക് അങ്ങോട്ട് പോയാലോ? ആണോ? എവിടെയാടി അത്? കണ്ടോ, നമ്മൾ എത്ര സമയമായി അവളെ കളിക്കാൻ വിളിക്കുന്നു, എന്നിട്ട് അവൾ വന്നില്ലല്ലോ. എന്നിട്ട് ഇവൾ വിളിക്കുമ്പോഴത്തേക്ക് അവളുടെ കൂടെ കളിക്കാൻ പോവുകയാണ് പോലും. അതെ, വല്ലാത്ത ജാതി. നമ്മൾ വിളിച്ചിട്ട് അവൾ വന്നില്ലല്ലോ. എടി കുഞ്ഞാറ്റെ, ഇവിടെ അടുത്തൊരു അപ്പൂപ്പൻ കുന്നുണ്ട്. നീയേ അപ്പൂപ്പൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൂപ്പൻ കുന്നോ? അതെവിടെയാ? ഞങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ല. അവിടെ എന്താ കളിക്കാനുള്ളത്? പാർക്കാണോ, അല്ലെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചയാണോ? എന്താണുള്ളത്? ഹേയ്,
അവിടെ പാർക്കൊന്നുമല്ല. ആ കുന്നിന്റെ താഴെ ഒരു വലിയ കാടാണ്. കാടോ? ഞങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കാടിനെ കുറിച്ച്. അതെ, ആ കാടിനെ കുറിച്ച് അതിനാരും അങ്ങനെയൊന്നും കൂടുതൽ സംസാരിക്കാറില്ല. അതെന്താ? ആ കാടിന് വല്ല പ്രത്യേകതയുമുണ്ടോ? ഉണ്ടോന്നോ? ആ കാടിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതെന്തോന്നാ ഇത്രമാത്രം കഥകൾ പറയാനുള്ളത് അതിന്? അത് മാത്രമല്ല, ഞങ്ങളും ഈ നാട്ടുകാരാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു കാടിനെ കുറിച്ച് പറയുന്നതൊന്നും ഞങ്ങൾ കേട്ടില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, അതിനെ കുറിച്ച് ആരും കൂടുതൽ സംസാരിക്കില്ല എന്ന്. അതൊരുപാട് വിശേഷതകളുള്ള കാടാണ്. ഹോ, സസ്പെൻസ് ആക്കാതെന്ന് വേഗം കാര്യം പറഞ്ഞോട്. അതെ, അവിടെ ആ കാട്ടിലെ 2 പേരെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നോ? ആരെ? അതല്ലേ ഞാൻ പറഞ്ഞത്, അപ്പൂപ്പൻ കുന്നിനെ ഒരു വലിയ കഥയുണ്ട് പറയാൻ. അതായത് പണ്ട് 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 പണ്ടെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ നാട്ടിലെ ഒരു രാജാവും രാജകുമാരും താമസിച്ചിരുന്നു. അവർക്ക് സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു. ഒരു തമ്പുരാട്ടി, ഒരു പാവം തമ്പുരാട്ടി. ഈ തമ്പുരാട്ടി രാജാവിനെ പേടിച്ചിട്ട് പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു. അതുകൊണ്ട് ഈ തമ്പുരാട്ടിക്ക് പുറത്തുള്ള ആളുകളെ ഒന്നും പരിചയമില്ലായിരുന്നു. പാവം തമ്പുരാട്ടി എപ്പോഴും കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തമ്പുരാട്ടിക്ക് ബോറടിക്കുമായിരുന്നു. പക്ഷേ ഈ തമ്പുരാട്ടി നല്ലോണം പാട്ട് പാടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ തമ്പുരാട്ടി കിളിവാതിലൂടെ നോക്കി പുറത്തോട്ട് നോക്കി ഒരു പാട്ട് പാടുകയായിരുന്നു. അപ്പൊ തമ്പുരാട്ടി അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ തമ്പുരാട്ടിക്ക് ആ ചെറുപ്പക്കാരനെ ഒരുപാട് ഇഷ്ടായി. അങ്ങനെ ഈ തമ്പുരാട്ടി മനസ്സിൽ ഓരോന്നും ആലോചിച്ചു കൂട്ടി. ആ കാണുന്നത് എന്റെ രാജകുമാരനാണെന്നൊക്കെ. എന്നിട്ടോ? നീ തോകക്കാരി വെടിവെക്കല്ല, ഞാൻ മുഴുവൻ പറയട്ടെ. നീ വേഗം പറ. പക്ഷേ ആ കണ്ടത് ഒരു രാജകുമാരനായിരുന്നില്ല. അതവിടെ ജോലിക്ക് വന്ന് പുതിയൊരു ജോലിക്കാരനായിരുന്നു. തമ്പുരാട്ടിക്ക് അത് ജോലിക്കാരനാണെന്നൊക്കെ മനസ്സിലായി. എന്നിട്ടും തമ്പുരാട്ടിക്ക് ആ ജോലിക്കാരനോട് ഒരുപാട് ഇഷ്ടായി. എന്നിട്ട് തന്റെ ഇഷ്ടം ആ ജോലിക്കാരനോട് പറഞ്ഞു. പക്ഷേ ആ ജോലിക്കാരൻ അതൊന്നും അംഗീകരിച്ചില്ല. കുറെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. തമ്പുരാട്ടി വിട്ടില്ല. തമ്പുരാട്ടിക്ക് ആ ജോലിക്കാരനോട് വീണ്ടും വീണ്ടും തന്റെ ഇഷ്ടം പറഞ്ഞു. ഒടുവിൽ അവർ തമ്മിൽ പ്രണയത്തിലായി. രാജകൊട്ടാരത്തിലെ മറ്റാരും കാണാതെ അവർ ദിവസവും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ തമ്പുരാട്ടി ഒരു സത്യം മനസ്സിലാക്കി. അവൾ ഗർഭിണിയാണെന്ന്. എന്നിട്ടോ? എന്നിട്ടെന്താ, ആ രാജകുമാരി ആ സത്യം ഈ ജോലിക്കാരനോട് പറഞ്ഞു. അങ്ങനെ അവർക്ക് 2 പേർക്കും ഒരുപാട് സന്തോഷമായി. പക്ഷേ ഈ സന്തോഷങ്ങളൊക്കെ കുറച്ചു നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ സംസാരങ്ങളൊക്കെ എങ്ങനെയോ ആരോ കേട്ട് മനസ്സിലാക്കി അത് രാജാവിന്റെ ചെവിയിലെത്തിച്ചു. അയ്യോ, എന്നിട്ടോ? എന്നിട്ടെന്താവാൻ, രാജാവ് അവരെ 2 പേരെയും വിളിച്ചു. 2 പേരോടും കാര്യങ്ങൾ തിരക്കിയിട്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അവർക്കിട്ടൊരു പണി കൊടുത്തു. എന്തു പണി? അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചോ? ഹേയ്, ഇല്ലില്ല, അതാണ് പണി കൊടുത്തത്. 2 പേരെയും ഈ രാജാവ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അവിടെ ആളെ വെച്ച് ഈ പാവം തമ്പുരാട്ടിയും ഈ ജോലിക്കാരനെയും കൂടെ ജീവനോടെ തീയിലിട്ട് ചുട്ട് കരിച്ചു കളഞ്ഞു. അയ്യോ, കരിച്ചു കളഞ്ഞെന്നോ? അപ്പം വയറ്റിലത്തെ കുഞ്ഞു വാവയോ? അതെ, ആ വാവ എന്തായി? വാവ എന്താവാൻ, ആ വാവയോടും കൂടിയാണ് ആ തമ്പുരാട്ടി ചുട്ട് കരിച്ചത്. അതുകൊണ്ട് ആ വാവയെ മരിച്ചുപോയി. ആണോ? സത്യമാണോ? അതെ, നീ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെടി, ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ എനിക്ക് പണ്ട് എന്റെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥയാണ്. പാവം തമ്പുരാട്ടി. അതെ അതെ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഷോക്ക് അടിച്ചു പോയോ? നമുക്ക് അപ്പൂപ്പൻ കുന്ന് കാണാൻ പോകണ്ടേ? പോണം, എനിക്ക് പോണം. പോകാനോ? ഞങ്ങളെങ്ങുമില്ല, ഞങ്ങൾക്ക് പേടിയാണ്. അതെ അതെ, ഞമ്മളും ഇല്ല, ഞമ്മക്ക് പേടിയാണ്. എടാ, അതിനവിടെ പ്രേതം ഭൂതമൊന്നും ഇല്ല. നമുക്ക് പോയിട്ട് വെറുതെ ആ കുന്നും അവിടുത്തെ കാടും ഒക്കെ കണ്ടിട്ട് വരാം. ഹേയ്, ഞങ്ങളില്ലേ ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ പോട്, ഞങ്ങളെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോവുകയാണ്. അതെ അതെ, നിങ്ങൾ വേണമെങ്കിൽ പോട്, ഞങ്ങളില്ല. എടി, എങ്കിൽ നമുക്ക് 2 പേർക്കും പോയി അവിടെ കാണാം. എന്താ? സെറ്റ്, നമുക്ക് പോകാനേ.
ഒരു ഭംഗി. ആഹാ, അതൊന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. അയ്യോ, എന്തോ ഒരു ശബ്ദം കേട്ടേ. എടി എടി, നമുക്ക് തിരിച്ചു പോകാടി, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എടി കുഞ്ഞാവേ, കുഞ്ഞാറ്റയിലെ നമ്മുടെ ഒപ്പം പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ മീക്കുട്ടി. എടി കുഞ്ഞാവേ, നീ എന്റെ കൈ പിടിച്ച് കൂടാ. എന്നാലും മീനുകുട്ടി, ഈ വഴി ഇതെങ്ങോട്ടാ? ഈ വഴി തീർന്നെന്നാ തോന്നുന്നത്. ആവോ, എനിക്കറിയില്ല കുഞ്ഞാറ്റെ, ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരാറില്ല. അയ്യോ, വഴി അറിയില്ലേ? എടി കുഞ്ഞാറ്റെ, ഒന്ന് വാ, നമുക്ക് തിരിച്ചു പോവാമെന്നേ. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഒന്ന് മിണ്ടാതിരിക്ക് കുഞ്ഞാവേ. ഏത് നേരം നോക്കിയാൽ തിരിച്ചു പോവാമെന്ന്. ഇങ്ങനെയുണ്ടോ ഒരു പേടി? എന്തായാലും നീ വഴി ഇങ്ങോട്ടേക്കല്ലേ പോകുന്നത്, നമുക്ക് ഇങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. അങ്ങനെ സമാധാനമായി. അങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തിച്ചേർന്നു. കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റെ, ഒന്ന് നോക്കിക്കേ, അതാരാ അവിടെ നിക്കണതെന്ന് നോക്കിക്കേ. ആരാ അവിടെ നിക്കണെന്ന്? ഓ, അതൊരു പെൺകുട്ടിയാണല്ലോ. എന്തായാലും നമുക്ക് ചെന്നൊന്ന് വഴി ചോദിച്ചു നോക്കാം, അല്ലേ? എന്റെ പൊന്നു കുഞ്ഞാറ്റെ, വേണ്ട കുഞ്ഞാറ്റെ, അതാരാണെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ വഴി ചോദിക്കണത്. അതിനിപ്പോ എന്താ കുഞ്ഞാവേ, നമുക്ക് വഴി അറിയാത്തോണ്ടല്ലേ. അതിനിപ്പോ എന്താ ഒരു കുഴപ്പം? നീ ചോദിച്ചോ കുഞ്ഞാറ്റെ. ആ, അത് തന്നെ, വഴി ചോദിച്ചാലല്ലേ നമുക്ക് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റൂ. എന്നാലും എനിക്കെന്തോ പേടിയാവുന്നു ആ പെണ്ണിന്റെ നിൽപ്പ് കണ്ടിട്ട്. പിന്നെ വെറുതെ പേടിക്കുന്നത്. നീ ഒന്ന് വാ കുഞ്ഞാവേ, നമുക്കൊന്ന് ചെന്ന് ചോദിക്കാം. ചേച്ചി, 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 ഞങ്ങൾക്കൊന്ന് അപ്പൂപ്പൻ കുന്നിന്റെ മുകളിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ? അപ്പൂപ്പൻ കുന്നോ? ആ, പറഞ്ഞു തരാലോ. ദേവി, കണ്ടോ, ആ ചേച്ചി നമുക്ക് വഴി പറഞ്ഞു തരാമെന്ന്. മോളൊന്നിങ്ങ് അടുത്ത് വന്നേ, ഈ ചേച്ചിക്കൊരു സഹായം ചെയ്തു തരുമോ? ഓ, അതിനെന്താ ചേച്ചി, ചെയ്തു തരാലോ. അയ്യോ കുഞ്ഞാറ്റെ, വേണ്ട കുഞ്ഞാറ്റെ, പോണ്ട കുഞ്ഞാറ്റെ. നീ ഒന്ന് പോയ പെണ്ണ അവിടുന്ന്. പറ ചേച്ചി, എന്ത് സഹായം വേണ്ടേ? ആ, എനിക്ക് കുറച്ച് ചുണ്ണാമ്പ് തരുമോ? എന്ത്? ചുണ്ണാമ്പോ? ആ, ഈ ചേച്ചിക്കൊന്ന് മുറുക്കാനാ. കുറച്ച് ചുണ്ണാമ്പ് താ. ആ, അത് ഞങ്ങളുടെ കയ്യിലില്ല. ചേച്ചി, ചേച്ചി എന്തെങ്കിലും മുടിയൊക്കെ പാത്തിട്ടിട്ട്? ചേച്ചി, ചേച്ചി, ചേച്ചി എന്താ നനങ്ങാത്തെ? കുറച്ച് ചുണ്ണാമ്പല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, അത് നിങ്ങളുടെ കയ്യിലില്ലേ? അതെന്താ മക്കളെ ചുണ്ണാമ്പ് കയ്യിലില്ലാത്തത്? വേഗം ഓടിക്കൂ. ഓടി ഓടി ഒരു പരിവായി. രക്ഷപ്പെട്ടു, നമ്മൾ അങ്ങനെ കാടിന്റെ പുറത്തെത്തി. എന്റെ പൊന്നു മീനൂട്ടി, ദൈവത്തെ ഓർത്ത് നീ ഇമാതിരി സ്ഥലങ്ങളിലൊന്നും ഞങ്ങളെ കൊണ്ടുവല്ലേ. മനുഷ്യൻ പേടിച്ച് പേടിച്ച് ചത്തു. ഞാനെന്ത് ചെയ്യാനാ? കുഞ്ഞാറ്റക്കല്ലേ അവിടെയൊക്കെ പോവാൻ ആഗ്രഹം. ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നല്ലോ, അവളുടെ നിർബന്ധത്തിന് പോയതല്ലേ. അല്ല, അവളെവിടെ? ആമോ, ഞാൻ കണ്ടില്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അയ്യോ, എനിക്കറിയില്ല, ഞാൻ ഓർത്ത് അവൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അയ്യോ, കുഞ്ഞാറ്റയ്ക്ക് എന്നായിരിക്കും പറ്റിയത്? നീ പേടിക്കാതെ കുഞ്ഞാവേ, അവൾ ഇവിടെ എങ്ങാനും ഉണ്ടാവും. എന്റെ കുഞ്ഞാറ്റ, അവൾ എവിടെയായിരിക്കും? ആ പ്രേതം എന്തെങ്കിലും അവളെ ചെയ്യും. അയ്യോ അയ്യോ, എന്റെ കുഞ്ഞാറ്റ, എനിക്ക് അവളെ കാണണം. കുഞ്ഞാവേ, നീ ഒന്ന് കരയാതിരിക്കെ, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. നീ പേടിക്കാതെ, അവൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. എനിക്ക് നല്ല പേടിയുണ്ട് മീനുട്ടി. വീട്ടിൽ ചെന്ന് അച്ഛനമ്മയൊക്കെ ചോദിക്കും, നമ്മൾ എന്താ പറയാ? എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. അവൾ എവിടെയായിരിക്കും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ തന്നെ നിന്ന് നോക്കാം. എന്നിട്ടും അവളെ കണ്ടില്ലെങ്കിൽ നമുക്ക് കാട്ടിൽ തന്നെ തിരിച്ചു പോകാം. കുഞ്ഞാറ്റേ, ഒന്ന് വാ കുഞ്ഞാറ്റേ, ഒന്ന് വേഗം വാ. അയ്യോ, ഓടി 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 മനുഷ്യന്റെ ഊപ്പാട് ഇളകി. അയ്യോ, ഞാനിതെവിടെ എത്തിയത്? കുഞ്ഞാവേ, മീനുട്ടിക്ക് എവിടെ? അയ്യോ, മീനുട്ടി എന്നോട് 100 പ്രാവശ്യം പറഞ്ഞതാ അവിടെ ഒന്നും പോവണ്ട പോവണ്ട എന്ന്. ഞാൻ അവരേക്ക് അവിടൊക്കെ കൊണ്ടുപോയത്. അവിടെ ഒരു വീടുണ്ടല്ലോ, അങ്ങോട്ട് പോയി നോക്കിയാലോ? എനിക്ക് പേടിയാവുന്നു, എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്തായാലും പോയി നോക്കാം.
അവിടെ? അതെല്ലോ, മോൾ ഏതാ? ഇപ്പോഴാണ് സമാധാനമായത്. അമ്മമ്മേ, ഞാൻ വഴിതെറ്റി ഇവിടെ എത്തിച്ചേർന്നതാ. ആണോ? മോളുടെ വീട് എവിടെയാ? വീട് അങ്ങ് ദൂരെ അമ്മമ്മേ. ഞങ്ങളെ കാടൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ മലയുടെ താഴെയാണ് എന്റെ വീട്. ആണോ? എന്നാലേ എങ്ങനെ മോൾ ഇവിടുന്ന് പോകും? അയ്യോ, എനിക്ക് വയ്യായില്ല അമ്മമ്മേ. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം. അമ്മമ്മ എനിക്ക് എന്റെ വീട്ടിൽ പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ? എന്നെ വീട്ടിൽ പോകാനൊന്ന് സഹായിക്കോ? ഓ, അതിനെന്താ, അമ്മൂമ്മ സഹായിക്കാലോ, പേരെത്തി സഹായിക്കാം. മക്കൾ അവിടെ തന്നെ ഇരിക്കും, അമ്മൂമ്മ ഇപ്പൊ തന്നെ വരാം. ഇതെന്താ അമ്മമ്മ ഓടിപ്പോയത്? അമ്മമ്മേ, അമ്മമ്മേ, ഒന്ന് ഓടി വാ അമ്മമ്മേ. എനിക്ക് പേടിയാവുന്നു. അമ്മമ്മേ, അമ്മമ്മേ. പേടിക്കണ്ട മോളെ, ദാ അമ്മൂമ്മ ഇപ്പൊ വരാട്ടോ. അയ്യോ, അയ്യോ, ഇതെന്താ ഈ മേലിൽ തന്നെ എന്റെ അടുത്തേക്ക് വരുന്നത്? അയ്യോ, അയ്യോ, അമ്മമ്മേ, അമ്മമ്മേ, ഒന്ന് വേഗം വാ അമ്മമ്മേ. അയ്യോ, ഈ മേലിൽ തന്നെ കെട്ടോ. മോളെ കുഞ്ഞാറ്റേ, നീ നോക്ക്, ഇതാരാണെന്ന്. അയ്യോ, അയ്യോ, ആരാത്, ആരാത്? എനിക്ക് പേടിയാവുന്നു. എവിടെയാണോ? എടി കുഞ്ഞാറ്റേ, നീ ഒന്ന് കണ്ണു തുറക്കോ. പോത്ത് പോലെ കിടന്നുറങ്ങും, എന്നിട്ട് ഓരോരോ സ്വപ്നം കാണും. നല്ല രസമായിരുന്നു എടി നിന്റെ ഇത്രയും നേരത്തുള്ള കമന്ററി കേൾക്കാൻ. അപ്പൂപ്പൻ കുന്നിലാ? പിന്നെ നമ്മൾ അമ്മൂമ്മ കുന്നിലാ പോയത്. ഒന്ന് പോടി കുഞ്ഞാറ്റ അവിടുന്ന്. ചെല്ലക്കുട്ടി, എന്തുവാ നീ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പാറക്കുട്ടിയെ, നിന്റെ ഈ അഴകുള്ള കണ്ണ് ഈ കുഞ്ഞാവക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നോക്കടി കുഞ്ഞാറ്റെ, അവൾ ഒറ്റയ്ക്ക് ആ പാവയോട് സംസാരിക്കുന്നത്. ആ ലക്ഷണം കെട്ട പാവയെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. നാശം പിടിച്ച പാവ. എടി കുഞ്ഞാറ്റെ, അവൾ ആ പാവയുടെ അടുത്ത് നിന്ന് നീങ്ങുന്നില്ലല്ലോ. ആ പാവയെ എടുത്ത് കളയണമെങ്കിൽ അവൾ അവിടെ നിന്നും നീങ്ങണ്ടേ? അതെ അതെ, ഏത് സമയം നോക്കിയാലും ആ പാവയെ കെട്ടിപ്പിടിച്ചോണ്ട് അവളുടെ നിപ്പ്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ അവളെ എവിടെ നിന്നും ഒഴിവാക്കും? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, അവളോട് അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ? ആ, അത് നല്ല ഐഡിയ. അങ്ങനെ പറഞ്ഞാൽ അവൾ ആ പാവയും അവിടെ വെച്ച് അകത്തേക്ക് പോകും. എങ്കിൽ വാ, നമുക്ക് പറയാം. വാ പിങ്കി മോളെ. കുഞ്ഞാവേ, കുഞ്ഞാവേ, നീ നിന്റെ പാറക്കുട്ടിയെ കൊണ്ട് കളിക്കുമായിരിക്കുമല്ലേ? അതെ കുഞ്ഞാറ്റെ, ഞാൻ എന്റെ പാറക്കുട്ടിയോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ എന്താ കുഞ്ഞാവേ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരാത്തത്? ഹോ, എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കാനൊന്നും താല്പര്യമില്ല. എനിക്കെന്റെ പാറക്കുട്ടിയില്ലേ. കുഞ്ഞാവേ, ഇവളുടെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ ഇവൾക്ക് സങ്കടമാകും. അമ്മ വിളിക്കാനോ? അമ്മ വിളിക്കുന്നത് ഞാൻ കേട്ടില്ലല്ലോ. ആ, നീ കേൾക്കില്ല. ഞാനിപ്പോ കിച്ചണിൽ പോയപ്പോഴേ അമ്മ പറഞ്ഞതാണ് നിന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ. എന്തിനാ അമ്മ വിളിക്കണത്? ആ, അതൊന്നും ഞങ്ങൾക്കറിയില്ല. പാല് കുടിക്കാനാണെന്ന് തോന്നുന്നു. അയ്യേ പാലോ? എനിക്കൊന്നും വേണ്ട പാല്. അയ്യേ, പാല് കുടിക്കാനല്ല കുഞ്ഞാവേ, മുട്ട തിന്നാനാണെന്ന് തോന്നുന്നു. അയ്യേ, മുട്ടയോ? മുട്ട എനിക്ക് ഇഷ്ടമേ അല്ല. ഇവിടെ ഇപ്പൊ എന്ത് പറഞ്ഞ അകത്തേക്ക് പറഞ്ഞേക്കുക? അവൾക്ക് ഇഷ്ടമുള്ള എന്ത് ഭക്ഷണമോ ഉള്ളത്? ആ, അവൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാ. കേക്ക് ഉണ്ടെന്ന് പറഞ്ഞാലോ? അത് പറയാം, അതാകുമ്പോൾ ഓടിക്കോളും അവൾ അകത്തേക്ക്. എന്തോന്നാ രണ്ടുപേരും കൂടെ പറയണത്? കുഞ്ഞാവേ, സത്യം പറഞ്ഞാ നിന്നെ ഞങ്ങൾ പറ്റിച്ചതാണ്. അടുക്കളയിൽ അമ്മ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേക്കോ? ഹായ്, എനിക്ക് വേണം കേക്ക്. ആ, അതാ പറഞ്ഞത്. കേക്ക് വേണമെങ്കിലേ വേഗം അടുക്കളയിലോട്ടേക്ക് ചെല്ല്. നിങ്ങളൊക്കെ കഴിച്ചോ കേക്ക്? ഞങ്ങൾ കഴിച്ചു. എന്നെ കൂട്ടാൻ ഒറ്റയ്ക്ക് കഴിച്ചതാണല്ലേ രണ്ടുപേരും കൂടെ? നിന്നെ ഞങ്ങൾ കുറെ വിളിച്ചു, നീ വരാഞ്ഞിട്ടല്ലേ. വേഗം ചെല്ല്. അശോ, കേക്ക് തീർന്നു പോയോ ആവോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കേക്ക് എന്ന് കേട്ടാൽ അവൾ ഓടുമെന്ന്. എന്തായാലും നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി. ദാ കിടക്കുന്നു അവളുടെ ഒരു പാറക്കുട്ടി. വാടി മിങ്കി മോളെ, ഇതിനെ വലിച്ച് നമുക്ക് ആ തൊടിയിൽ കളയാം. കുഞ്ഞാറ്റെ, അവള് വരുമ്പോഴത്തേക്ക് വേഗം അതിനെ എടുക്ക്.
കുഞ്ഞാറ്റെ, അവൾ വരുന്നതിന് മുമ്പ് വേഗം അതിനെ എടുത്തോണ്ട് വാ. കണ്ടില്ലേ അവളുടെ ഒരു പാറക്കുട്ടിയെ? അല്ലെങ്കിലും ഈ പാവയുടെ മുഖത്തേക്ക് നീ ഒന്ന് നോക്ക്. എന്തോ ഒരു കള്ള ലക്ഷണമില്ലേ? എന്തോന്ന് അവൾ ഇതിന്റെ കണ്ണിനെ കൊണ്ട് പറഞ്ഞത്? ഐശ്വര്യ റായുടെ കണ്ണെന്നോ? എടി കുഞ്ഞാറ്റെ, നീ പറഞ്ഞോണ്ട് നിൽക്കാണ്ട് ഇങ്ങോട്ടേക്ക് വാ. അവൾ ഇപ്പോൾ ഇങ്ങ് വരും. ഡീ കുഞ്ഞാറ്റെ! അയ്യോ കുഞ്ഞാവ, രണ്ടുപേരും കൂടെ കേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചതാണല്ലേ? അത് പിന്നെ എന്താ, നിനക്ക് കേക്ക് കിട്ടിയില്ലേ? വീണ്ടും കളവ് പറയുന്നോ? അവിടെ കേക്കുമില്ല, ഒരു മണ്ണാൻ കട്ടിയുമില്ല. എന്തിനാ നിങ്ങൾ എന്നോട് അങ്ങനെ നുണ പറഞ്ഞത്? എന്റെ പാർക്കുട്ടിയെ കൊണ്ട് കളിക്കാനല്ലേ? അയ്യോ കുഞ്ഞാവേ, നിന്റെ പാർക്കുട്ടിയെ ഞങ്ങളൊന്നും എടുത്തില്ല. എന്റെ സമ്മതമില്ലാണ്ടെങ്കിൽ എന്റെ പാർക്കുട്ടിയെ തൊട്ടുപോയാൽ ഞങ്ങൾക്കാർക്കും വേണ്ട നിന്റെ പാവയെ. അവളുടെ ഒരു പാർക്കുട്ടി. വാടി പിങ്കി മോളെ, നമുക്ക് പോയി കളിക്കാം. രണ്ടുപേരും കൂടെ എന്നെ പറഞ്ഞിട്ട് മെല്ലെ എന്റെ പാർക്കുട്ടിയെ കൊണ്ട് കളിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. വീടില്ല ഞാൻ. പാർക്കുട്ടി, നീ പേടിച്ചു പോയോ? അമ്മ ഇവിടെ തന്നെയുണ്ട് കേട്ടോ. നിന്നെ കൂട്ടാണ്ട് പോയതിൽ നിനക്ക് വിഷമമായടാ ചക്കരെ. സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. എന്ത് ഭംഗിയാ ഞാൻ വച്ച കിറ്റിയെ കാണാൻ. ഇത്രയും ഭംഗിയിൽ ഇവിടെ ആർക്കും വരക്കാൻ കഴിവില്ല. ആ കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ വരച്ച ചിത്രം കണ്ടിട്ടേ പിങ്കി മോളും കുഞ്ഞാവയും എന്തായാലും ഞെട്ടും. കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റെ, നീ എന്ത് പണിയാണ് ഇവിടെ ചെയ്യുന്നത്? എന്റെ നിന്റെ മുഖത്ത് കണ്ടില്ലേ? കണ്ടുകൂടെ നിനക്ക് എന്താ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന്? എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കണത്? ഹോ, അവൾ വിവരം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. നിനക്ക് ഞങ്ങളെ കൂടെ കളിക്കാനും പെയിന്റ് ഒക്കെ സമയമുണ്ടടി. ഇപ്പൊ എന്തോ നിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ ഇവിടെ നിന്ന് പെയിന്റ് അടിക്കുകയാ. എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് വിട്ടോ നീ. എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഇവിടെ നിന്ന് പോട് നീ. ഒരു വലിയ പെയിന്റ് അടിക്കാരി വന്നിരിക്കണോ? ഞാൻ എന്റെ പാർക്കുട്ടിയും കൂടെ കളിക്കാൻ വന്നതാണ്. ആഹാ, ഇവിടെ നിന്നും കളിക്കണ്ട. ഇവിടെ നിന്ന് ഞാൻ കളർ ചെയ്യുകയാണ്. നിനക്ക് എന്തോ ഒരു സ്ഥലമുണ്ട് അപ്പുറത്തെങ്ങും പോയി കളിച്ചുകൂടെ നിനക്ക്? ഇവിടെ നിന്ന് കളിക്കണമെന്നേ ഞാൻ തീരുമാനിക്കും. നിന്റെ ശുപാർശ വേണ്ട കേട്ടോ. കുഞ്ഞാവേ, വെറുതെ തല്ലു പിടിക്കാൻ നീ എന്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കളർ ചെയ്യുന്നതാണ്. എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട നിന്നോടാ പോകാൻ പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ നീ മാത്രം ഇവിടെ നിന്നും കളിക്കണ്ട. എനിക്കും എന്റെ പാർക്കുട്ടിക്കും കൂടെ ഇവിടെ നിന്നും കളിക്കണം. അവളുടെ ഒരു പാർക്കുട്ടി. ആ നാശം പിടിച്ച പാവയെ ഞാൻ നശിപ്പിച്ച് കളയും. പിന്നെ നശിപ്പിക്കാൻ നീ ഇങ്ങോട്ടേക്ക് വന്നാലും മതി. എന്തോന്നാ അവിടെ? എന്തോന്നാണെന്ന്? എന്താ കുഞ്ഞാറ്റെ, കുഞ്ഞാവേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്തോന്നാ കുറെ നേരമായാലും രണ്ടുപേരും കൂടെ തുടങ്ങിയിട്ട്? ചന്തിക്ക് നല്ല പെട കൊള്ളാത്തന്റെ കേടാണ് രണ്ടിനും കൂടെ. ദേ, കൂടുതൽ വിളിച്ചെടുത്താലുണ്ടല്ലോ ഈ തവി വെച്ചിട്ട് നല്ല ചുട്ട അടികൊള്ളു എന്റെ അടുത്തുനിന്ന് കേട്ടോ. ഏത് നേരം നോക്കിയാലും രണ്ടിനും കൂടെ തല്ലി പിടിക്കാനാണല്ലോ സമയമുള്ളൂ. അമ്മ നോക്കമ്മ, ഞാൻ ഇവിടെ നിന്നും പെയിന്റ് അടിക്കുകയായിരുന്നു. ഈ കുഞ്ഞമ്മ വന്നിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അല്ലമ്മ, അവൾ വെറുതെ നുണ പറയുക. ഞാനും ഇവിടെ നിന്ന് കളിക്കാൻ വന്നതാണ്. എന്താ പിള്ളേരെ, നിങ്ങളോടാ ഞാൻ പറഞ്ഞത് വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുതെന്ന്. എന്തോന്നാ ഈ റൂമിന്റെ കൊലമാക്കി വെച്ചത്? അവിടെ ഇവിടെ ഓരോ സാധനം വാരി വലിച്ചിട്ടിട്ട് ഞാനുണ്ടല്ലോ ഇവിടെയൊക്കെ നന്നാക്കാൻ. അമ്മ, അതിതാ ഈ കുഞ്ഞാറ്റിയുടെ പണിയാണ്. ഒന്ന് പോടി കുഞ്ഞാവി അവിടുന്ന്. പിങ്കി മോളെവിടെ? നിങ്ങളെ കൂടെ അവളെ കാണുന്നില്ലല്ലോ. അവള് പഠിക്കാനെന്ന് തോന്നമ്മ. ഓഹോ, അവള് പഠിക്കാൻ നിങ്ങൾ കളിക്കാം. ബെസ്റ്റ്. ഇങ്ങനെയും രണ്ട് തലതെറിച്ച പിള്ളേരായി പോയല്ലോ എന്റേത്. മര്യാദയ്ക്ക് രണ്ടുപേരും കൂടെ അവളുടെ കൂടെ പോയിരുന്ന് പഠിച്ചോ, അല്ലെങ്കിൽ തവി വെച്ചിട്ട് നല്ലോണം എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളും കേട്ടോ. ഓ കേട്ടമ്മ, കേട്ടെങ്കിൽ വേഗം വിട്ടോ. എന്തായാലും പോയിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊള്ളും. ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് രണ്ടുപേർക്കും നല്ല പെടകൊള്ളുന്ന സൗണ്ട് കേട്ടില്ല ഇവിടെ. ഒന്ന് പോടി അവിടുന്ന്. നീ കാരണമാ അമ്മ ഞങ്ങളെ വഴക്ക് പറഞ്ഞത്. ഞാൻ കാരണമോ? അയ്യോ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പഠിക്കുകയല്ലേ. ആ, അത് തന്നെയാ കാരണം. നീ ഇവിടെ നിന്ന് പഠിക്കണത് കണ്ടിട്ടാ അമ്മ ഞങ്ങളെ തല്ലിയത്. അതാണോ? എന്നെ കൂട്ടാണ്ട് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ അവിടെ നിന്ന് പെയിന്റ് കൊടുക്കുകയായിരുന്നു. അതൊക്കെ ഈ കുഞ്ഞാവ വന്ന് കുളമാക്കി. ഞാൻ കുളവും കാലും ഒന്നും ആക്കിയതല്ല. ഞാനും അവിടെ കളിക്കാൻ തന്നെ വന്നതാണ്. നീയാണ് എന്നെ കളിക്കാൻ വിടാതെ നിന്നത്. അയ്യോ, നിങ്ങൾ വീണ്ടും തല്ലു പിടിക്കാതെ. ചെറിയ മെങ്ങാനും കേട്ടാ പിന്നെ അതും മതി. നിനക്ക് ഞാനും വച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ പാർക്കുട്ടി അവിടെ തനിച്ചാണല്ലോ. ഞാൻ വേഗം പാർക്കുട്ടി എടുത്തിട്ട് വരാം. ഓ, നീ വേഗം ഒന്നും എടുത്തിട്ട് വരണ്ട. നിന്റെ പാർക്കുട്ടിയെ ഞങ്ങൾക്ക് ആർക്കും കാണണ്ട.
ഒന്ന് പോടി അവിടുന്ന്. എനിക്കെന്റെ പാർക്കുട്ടി എന്റെ കൂടെ തന്നെ വേണം. കണ്ടില്ല പിങ്കി മോളെ അവളുടെ പാർക്കുട്ടിയോടുള്ള സ്നേഹം. എന്തെങ്കിലും ചെയ്തിട്ട് ആ പാവയെ നശിപ്പിക്കാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ലല്ലോ. എന്താണ് അതിനൊരു വഴി? അവള് കാണാണ്ട് അതിനെ എടുത്ത് ഒഴിവാക്കൽ തന്നെ അതിനുള്ളൊരു വഴിയുള്ളൂ. നമ്മൾ അതിനുള്ള അവസരം നോക്കി നിൽക്കണം. ഇപ്പൊ അവൾ എവിടത്തേക്കാ പോയത്? അവളുടെ ആ പാവ ആ റൂമിലുണ്ട്. അതിനെടുക്കാൻ വേണ്ടിട്ട് പോയതാണ് അവള്. എങ്കിൽ വാ നമുക്കും ചെന്ന് നോക്കാം. അശ്വടാ പാർക്കുട്ടി, പാർക്കുട്ടി, ധാരാമത്തെ നിന്റെ അമ്മ വന്നുട്ടോ. എന്റെ പൊന്നു മുളത്തേക്കായിട്ട് ഇവിടുന്ന് പേടിച്ചു പോയോ? നിന്നെ കൂടെ കൂട്ടാൻ മറന്നു പോയതാടാ മുത്തേ. പേടിക്കണ്ട കേട്ടോ. ദാടി പിങ്കി മോളെ, കണ്ടില്ല അവളുടെ പാവയെ കൊഞ്ചിക്കൽ? കണ്ടു കണ്ടു. ദീ കുഞ്ഞാറ്റെ, നീ വരച്ച ചിത്രം എവിടെ? ദാ അവിടെയുണ്ട്. അയ്യോ, ഞാൻ വരച്ച ചിത്രം എവിടെ പോയി? അതിവിടെ കാണാനില്ലല്ലോ. അല്ല കുഞ്ഞാറ്റെ, നീ തലയോട്ടിയാണോ ചിത്രം വരച്ചത്? തലയോട്ടിയോ? അതെ, നീ കാണാനില്ലേ അവിടെ ഒരു തലയോട്ടിയുടെ ചിത്രം? അയ്യോ, ഈ ചിത്രം ഞാൻ വരച്ചതല്ല. ഇതെവിടുന്ന് വന്നു? നീ വരച്ചതല്ലെന്നോ? പിന്നെ ഇത് എവിടുന്ന് വരാനാ? എനിക്കറിയില്ല പിങ്കി മോളെ. ഞാനൊരു കിറ്റിയുടെ ചിത്രമാ വരച്ചത്. അതിവിടെ എവിടെയും കാണുന്നില്ല. പകരമായി തലയോട്ടിയുടെ ചിത്രമാണല്ലോ ഇവിടെ ഉള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു? നിന്നോട് മറന്നു പോയതായിരിക്കും കുഞ്ഞാറ്റെ. നീ ഇതായിരിക്കും വരച്ചത്. സത്യമായിട്ടും അല്ല പിങ്കി മോളെ, ഞാൻ ഇതല്ല വരച്ചത്. ഇതാ കുഞ്ഞാവിയുടെ പണിയായിരിക്കും. നീ കുഞ്ഞാവേ, നീയാണോ ഈ ചിത്രം വരച്ച് അവിടെ വെച്ചത്? എന്റെ കിറ്റിയുടെ ചിത്രം എവിടെ? ഞാനോ? ഞാനെന്തിനാണ് നിന്റെ ചിത്രം എടുത്ത് കളയുന്നത്? നീ തന്നെ എടുത്ത് കളഞ്ഞത്. പകരം നീയല്ലേ ഈ ചിത്രം അവിടെ വരച്ചു വെച്ചത്? നീ എന്തൊക്കെയാ കുഞ്ഞാറ്റി പറയണത്? ഞാൻ ഇപ്പോൾ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. ആ വന്ന സമയം കൊണ്ട് നീ തന്നെ എന്റെ ചിത്രം എടുത്ത് മാറ്റിയത്. കുഞ്ഞാറ്റെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നിന്റെ ചിത്രമൊന്നും ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? നീ തന്നെ അത് ചെയ്തതെന്ന് എനിക്കറിയാം. എന്റെ കിറ്റിക്ക് പകരം ഒരു തലയോട്ടി വരച്ചു വെച്ചിരിക്കുന്നു. എടി, അധികം വിളിച്ചിലെടുത്താലുണ്ടല്ലോ നിന്റെ കളറും പെൻസിലും ബുക്കും ഒക്കെ ഞാൻ വലിച്ചെറിഞ്ഞു കളയും. ഞാൻ എന്റെ പാർക്കുട്ടിയുടെ അടുത്ത് വന്നതാണ്, അല്ലാതെ നിന്റെ ചിത്രത്തിന്റെ അടുത്തേക്കല്ല വന്നത്. നീ അല്ലാതെ പിന്നെ ആരാണ് ഇത് ചെയ്തത്? വല്ല പ്രേതവും ഭൂതവുമായിരിക്കും. പ്രേതോ? നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ഇത് പ്രേതം തന്നെ ചെയ്തതാണോ? ഒന്ന് പോടി അവിടുന്ന്. നിനക്കെന്താ വട്ടായോ? ഇത് ഇവള് തന്നെ ചെയ്തതാണ്. എടി കുഞ്ഞാറ്റെ, അവള് ചെയ്തതല്ലെന്നല്ലേ പറയുന്നത്? ഇനി ആ കുട്ടിച്ചാത്തൻ വീണ്ടും ഇവിടത്തേക്ക് വന്നോ? ഇവളും ഒരു കുട്ടിച്ചാത്തനും. അബദ്ധം പറ്റിയതാണ് നിന്നെ ആ കാട്ടിൽ കൊണ്ടുപോയത്. അതെ അതെ, അന്ന് തുടങ്ങിയതാണ് അവളുടെ ഒരു കുട്ടിച്ചാത്തന്റെ പേര്. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ മേക്കിട്ട് കയറണ്ട. നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ഇതാര് ചെയ്തതാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവള് തന്നെ ചെയ്തതാണ്, വേറെ ആരുമല്ല. ഡീ കുഞ്ഞാറ്റേ, നിന്നോടാണ് പറഞ്ഞത് ഞാനല്ല ഞാനല്ല ഞാനല്ലാന്ന്. ഷോ, ഇതെന്തൊരു ശല്യമാണ് ഈ പിള്ളേരെയും കൊണ്ട്. ഇപ്പോഴല്ലേ ഞാൻ ഇവിടെ വന്ന് രണ്ടിനെ മൂടിച്ചത്, വീണ്ടും തുടങ്ങിയോ? നോക്കമ്മ, ഈ കുഞ്ഞാറ്റ കളവ് പറയണോ? അല്ല അമ്മ, ഈ കുഞ്ഞാവിയാണ് കളവ് പറയുന്നത്. എന്തോന്നാ നിങ്ങളുടെ പ്രശ്നം? കുറെ നേരമായില്ല തുടങ്ങിയിട്ട്. നോക്കമ്മ, അമ്മ കണ്ടതല്ലേ ഞാൻ ഇവിടെ നിന്നും കിറ്റിയുടെ ചിത്രം വരച്ചത്? നോക്ക്, ഇപ്പൊ കിറ്റിയുടെ ചിത്രം തലയോട്ടിയായി മാറിയിരിക്കുന്നു. ഈ കുഞ്ഞാവിയുടെ പണിയാണത്. എന്റെ കിറ്റിയുടെ ചിത്രം തിരിച്ചു തരാൻ പറ അമ്മ. അല്ലമ്മ, സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ലമ്മ. ഇതൊക്കെ കുഞ്ഞാറ്റ നുണ പറയുകയാണമ്മ. ഇവരല്ലെങ്കിൽ പിന്നെ ആരാ ഈ ചിത്രം ഇവിടെ കൊണ്ടുവച്ചത്? ആകാശത്ത് നിന്ന് പൊട്ടി മുളച്ചതായിരിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു പണി തന്നിട്ടില്ലേ? എന്താണത്? അത് എന്താണത് പറയാൻ? അത് പിന്നെ പിങ്കിമാളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ. എങ്കിൽ പിന്നെ പോയിരുന്ന് പഠിച്ചുകൂടെ? അയ്യോ അമ്മ, പിച്ചല്ലേ, വേദനിക്കുന്നു വേദനിക്കുന്നു. വീടമ്മ വീട്. അയ്യോ വേദനിക്കുന്നു. വേദനിക്കാൻ വേണ്ടി തന്നെയാടി കുരിപ്പെ പിച്ചത്. അയ്യോ അമ്മ, എന്നെ മാത്രം പിച്ചതെന്താ? കുഞ്ഞാറ്റെ പിച്ചില്ലല്ലോ, അവളും പഠിക്കാൻ പോയില്ലല്ലോ. അയ്യോ അമ്മ, ഞാനെപ്പോഴേ പോയിന്ന് ചോദിച്ചാ മതി, ഞാൻ ഇവിടെ ഇല്ല. നിക്കടി കാന്താരി അവിടെ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നിന്നോടാ പറഞ്ഞത് അവിടെ നിൽക്കാൻ. പിടിക്കമ്മ, അവളെ വേഗം ചെന്ന് ഓടി പിടിക്ക്. എല്ലാവരും എന്നെ ഇവിടെ തനിച്ചാക്കി ഓടിയോ? അയ്യോ തലയോട്ടി, രക്ഷിക്കണേ, കുടിച്ചാത്തൻ എന്നെ പിടിച്ചേ. അയ്യോ കുഞ്ഞാറ്റെ, കുഞ്ഞാവേ ഓടല്ലേ, ഞാനുമുണ്ട്, എനിക്ക് പേടിയാവുന്നു. നമുക്ക് അവളുടെ ആ പാവ എടുത്ത് കളയാൻ പറ്റിയില്ലല്ലോ. എടി കുഞ്ഞാറ്റെ, നീ അത് ഇതുവരെ വിട്ടില്ലേ? എങ്ങനെ വിടും? ആ നാശം പിടിച്ചവൾ ഞാൻ വാച്ച കിറ്റിയെ നശിപ്പിച്ചു കളഞ്ഞില്ലേ?
അയ്യോ കുഞ്ഞാറ്റെ, നീ അതിനെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതെ. എനിക്കത് ആലോചിക്കുമ്പോഴേ പേടിയാവുന്നു. എനിക്ക് നല്ല സംശയമുണ്ട്. നീ വരച്ച കിറ്റി അവിടെ നിന്നും മാറ്റി ആ തലയോട്ടിയുടെ രൂപം അവിടെ വെച്ചത് ആ പാവയാണെന്ന്. പാവയോ? എങ്ങനെ? അതായത് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് ആ കുട്ടിച്ചാത്തനുള്ള കാട്ടിൽ നിന്ന് കിട്ടിയ പാവയല്ലേ. അതിനെന്തോ ഒരു ശക്തിയുണ്ട്. അതിന്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് നീ വരച്ച ചിത്രം അവിടെ നിന്നും മാറിയത്. അയ്യോ പിങ്കിമോളെ, ഇനി അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അതാ കുഞ്ഞാവക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അവൾ ഏത് സമയം ആ പാവയും കെട്ടിപ്പിടിച്ചോണ്ടാണല്ലോ നടപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ രക്ഷിക്കണ്ടേ പിങ്കിമോളെ? വേണം. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യുക? അപ്പൂസും കുഞ്ചൂസും ഉണ്ടായിരുന്നെങ്കിൽ അവരെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നേനെ. പക്ഷെ അവരില്ലല്ലേ ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ ആരുടെ സഹായമാണ് തേടുക? ഓ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനെ വിളിച്ചാലോ? അവന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ബുദ്ധി ഉണ്ടാകും. ഫ്രണ്ടോ? ആരാണ് ആ ഫ്രണ്ട്? അത് നമ്മളന്ന് പാല് വാങ്ങാൻ പോയില്ലേ അലീക്ക, അവരുടെ മോനാണ് ഉസ്മാനി. നമുക്ക് ഉസ്മാന്റെ സഹായം തേടാം. നമുക്കേ ഉസ്മാന്റെ വീട്ടിൽ പോയിട്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞാലോ? അവൻ നമ്മൾ എന്തായാലും സഹായിക്കുമായിരിക്കും. എങ്കിൽ ശരി, വാ നമുക്ക് പോകാം. ഹായ്, ദാ നോക്ക് കുഞ്ഞാറ്റേ, ഇവിടെ എന്തോരം പശുക്കളാ ഉള്ളത്. അതെ അതെ, ഇവിടെയാണ് ഞങ്ങൾ പാല് വാങ്ങാൻ വരാറുള്ളത്. ഇതാണോ നീ പറഞ്ഞ ഉസ്മാന്റെ വീട്? അതെ പിങ്കി മോളെ, ഇതാണ് ഉസ്മാന്റെ വീട്. നോക്ക് കുഞ്ഞാറ്റേ, ദേ അവിടെ ഒരു കുഞ്ഞി പശുക്കിടാവുണ്ട്. നമുക്ക് അതിനെ പോയി തൊട്ടാലോ? അയ്യോ വേണ്ട വേണ്ട, ദാ ആ അമ്മ പശു നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. അതങ്ങാൻ വന്ന് കുത്തിയാലോ? എനിക്കും അതിനെ തൊടണമായിരുന്നു. കാണുമ്പോൾ കൊതിയാവുന്നു. എന്ത് ക്യൂട്ടാണ് ആ പശുമ്പേ കാണാൻ. അയ്യോ പശുമ്പേ പശുമ്പേ, നീ എന്താക്കുകയാ അവിടുന്ന്? നീ ഒളിച്ച് കളിക്കുകയാണോടാ കള്ള? പിങ്കിമോളെ പിങ്കിമോളെ, അധികം അങ്ങോട്ട് പോകണ്ട. ദാ പശു നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. അയ്യോ പിങ്കിമോളെ. എന്താ കുഞ്ഞാറ്റേ? അയ്യോ പിങ്കിമോളെ, നമ്മൾ വന്ന കാര്യം മറന്നു പോയല്ലോ. ശരിയാണല്ലോ കുഞ്ഞാറ്റേ നീ പറഞ്ഞത്. നമ്മളിവിടെ ഉസ്മാനെ അന്വേഷിച്ചു വന്നതല്ലേ. അവൻ ഇവിടെ? അതെ അതെ, ഉസ്മാൻ എവിടെയാണെന്ന് നമുക്ക് അവന്റെ ഉമ്മാനോട് ചോദിച്ചു നോക്കാം. നീയേ എന്റെ കൂടെ വാ. സൈനത്താ, സൈനത്താ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ പിങ്കിമോളെ. നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്, ഇവിടെ ഉണ്ടാകും. സൈനത്താ, സൈനത്താ, ഇവിടെ ആരുമില്ലേ? ആഹാ, ആരായി വന്നത്? നമ്മുടെ കുഞ്ഞാറ്റ കുട്ടിയോ? എന്താ കുഞ്ഞാറ്റേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാരാ പെണ്ണെ എന്റെ കൂടെയുള്ള ഈ പുതുമുഖം? ഹോ, ഇതെന്റെ കസിനാണ് സൈനത്താ. പിങ്കി മോള് നാട്ടിൽ നിന്ന് വന്നതാണ് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ. ആണോ? എന്താ രണ്ടാളും ഈ വഴിക്ക്? പാല് വാങ്ങാൻ വന്നതാണോ? അയ്യോ മോളെ, പാല് കറന്നില്ലല്ലോ. നീ കുറച്ചു നേരം കാത്തു നിന്നാ സേനത്ത പാല് കറന്നു തരാം. അയ്യോ സേനത്ത, ഞങ്ങൾ അതിന് പാല് വാങ്ങാൻ വന്നതല്ല. പാല് വാങ്ങാൻ വന്നതല്ലേ, പിന്നെ വെറുതെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണോ? അല്ല സേനത്ത, ഞങ്ങൾ ഉസ്മാനെ നോക്കി വന്നതാ. ഉസ്മാൻ ഇല്ലേ ഇവിടെ? ഉസ്മാനോ? ഓനുണ്ട് ഇവിടെ. ഏത് നേരം നോക്കിയാലും ഫോൺ കുത്തിപ്പിടിച്ചിട്ടാ ഉണ്ടാവുക അവന്. സ്കൂളില്ലെങ്കിൽ തലതെറിച്ച ചെറുക്കനെ കൊണ്ട് എനിക്ക് സ്വല്ലപ്പാടാണ്. അകത്തുണ്ട്. സൈനത്ത, ഒന്ന് അവനെ വിളിക്കോ? എന്താ മോളെ, എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അയ്യോ അല്ല സൈനത്ത, വെറുതെ അവനോട് ഒരു കാര്യം ചോദിക്കാനാണ്. ആ, നമ്മൾ ഇപ്പൊ വിളിക്കാം. ഉസ്മാനെ, എടാ ഉസ്മാനെ, അന്നെ നോക്കിയിട്ട് കുഞ്ഞാറ്റ വന്നിരിക്കുന്നു. ഉസ്മാനെ, കണ്ടില്ലേ, ഫോണിൽ മുഴുകിയിട്ടുണ്ടാകും. അതാ ചെറുക്കന്റെ ചെവി കേൾക്കാത്തത്. ഉസ്മാനെ, എടാ ചെറുക്ക, അന്നെയാ വിളിക്കുന്നത്. അന്റെ ചെവി പൊട്ടിപ്പോയടാ കുരിപ്പേ. വിളിച്ചിട്ടെന്താ അനങ്ങാത്തത്? ഉസ്മാനെ. ഓ എന്തുമ്മാ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? അകത്ത് നിന്ന് അടയിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി പാട വരാലേ. അന്നെ നോക്കിട്ട് പുറത്ത് ആള് വന്നിരിക്കണോ? അല്ല, നമ്മൾ ഫേമസ് ആയ അതാരാണപ്പാ നമ്മളെ നോക്കി പുറത്താള് വന്നത്? ആരാണെങ്കിലും ഒന്ന് ഏന്തി നോക്കാം. ആരപ്പാ അത് നമ്മളെ നോക്കി വന്നത്? ഓ ഇവളായിരുന്നോ? അത് നാശം പിടിച്ച കുഞ്ഞാറ്റിയാണല്ലോ. എന്താണാവോ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതിന്റെ ഉദ്ദേശം? എന്തെങ്കിലും കുനിഷ്ട് പണിയുണ്ടാകും, അത് തന്നെയാണ്. അതാരാ ഓളെ കൂടെ ഉള്ളൊരു സുന്ദരി പെണ്ണ്? ഹാ, ഞമ്മളെപ്പോലെ തന്നെ ഓളും കണ്ണട വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ഞമ്മക്ക് പറ്റിയ കൂട്ടാണല്ലോ അത്. ഒന്ന് ചെന്ന് നോക്കാം. ഉസ്മാനെ, അന്റെ ചെവി പൊട്ടിപ്പോയി കടാ. ഇജ്ജെന്താ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാത്തത്? ദാ ഉമ്മ, ഞമ്മള് വന്ന്. എന്താ കാര്യം? അതടാ, അന്റെ നോക്കിട്ട് കുഞ്ഞാറ്റ വന്നിരിക്കണോ? ഇവളോ? ഇജ്ജെന്താ ഇവളെ ഇവിടാ? പാല് വാങ്ങാൻ വന്നതാണോ? അല്ലട ഉസ്മാനെ, ഞങ്ങൾ നിന്നെ നോക്കി വന്നതാണ്.
എന്നെ നോക്കിട്ടോ? എന്താ വിശേഷിച്ചിട്ട് വല്ലതും ഉണ്ടോ? ആരാ എന്റെ കൂടെയുള്ള ഈ കന്നഡക്കാരി? ഇതെന്റെ കസിനാണ് പിങ്കി മോള്. ഏ മങ്കി മോളോ? ആ ചെറുക്ക മങ്കി മോള് എന്നല്ല, എന്റെ പേര് പിങ്കി മോള് എന്നാ. ഓ സോറി, എന്താ രണ്ടുപേരും കൂടെ ഈ വഴിക്ക്? എടാ ഉസ്മാനെ, കാര്യം കുറച്ച് സീരിയസ് ആണ്, നീ ഇങ്ങോട്ട് വാ. അല്ല, സീരിയസ് ആയ വിഷയമാണോ? എന്താ അത്രയും വലിയ സീരിയസ് വിഷയം? എന്താണെങ്കിലും പറ. അത് പിന്നെ നിങ്ങൾ കുറച്ച് പറയാനുണ്ട്. ഒന്ന് വേഗം പറഞ്ഞ് തൊലയ്ക്കെന്റെ കുഞ്ഞാറ്റെ. ഓഹോ, അപ്പൊ അതാണ് കാര്യമല്ലേ? അതെ അതെ. അതിന് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നമ്മൾ എന്തോന്ന് ചെയ്യാനാ? അതാണ് ഉസ്മാനെ പറഞ്ഞോണ്ട് വരുന്നത്. നിന്റെ ഒരു സഹായം വേണം ഞങ്ങൾക്ക്. നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നമ്മളെങ്ങനെ സഹായിക്കാൻ നിങ്ങളാ? അതായത് ഉസു അല്ല, ഉസ്മാൻ, മാൻ മാൻ. ഓ, അത് മാനോ പൂച്ചയോ എന്തെങ്കിലും ആവട്ടെ. അതായത് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അതെ അതെ, ആ കുഞ്ഞാവിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ പാവയെടുത്ത് നശിപ്പിക്കണം. അതിനു വേണ്ടി നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. സഹായമൊക്കെ ചെയ്യാനേ ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ ഉസു, അതിലെന്തോ ഇത്രയും വലിയ ആലോചിക്കാൻ? എനിക്കൊന്ന് ആലോചിക്കണം. ഞാൻ സഹായിച്ചാൽ നിങ്ങൾ എന്ത് തരും എനിക്ക്? നീ ഞങ്ങളെ സഹായിച്ചാലേ നിനക്ക് ഞങ്ങൾ ഷവർമയും ഫലൂദയും ഒക്കെ വാങ്ങിച്ചു തരും. വേണമെങ്കിൽ മന്തിയും ബിരിയാണിയൊക്കെ അതും വാങ്ങിച്ചു തരാടാ. ഹായ്, ഷവർമ, ഫലൂദ, ബിരിയാണി ഒക്കെ വാങ്ങിച്ചു തരുമോ? അതെടാ കൊതിയ, ഒക്കെ വാങ്ങിച്ചു തരും. അതിനതൊക്കെ വാങ്ങിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? ഓ, എന്റെ അടുത്ത് പൈസ കൊടുക്കേണ്ടേ. ഞാനത് പൊട്ടിച്ചിട്ടേ അതിൽ നിന്നുള്ള കാശ് എടുത്തിട്ട് നിനക്കതൊക്കെ വാങ്ങിച്ചു തരും. നീ ഞങ്ങളെ സഹായിക്കുമോ? പിന്നെന്താ, എപ്പ സഹായിച്ചെന്ന് ചോദിച്ചാ മതി, ഞമ്മള് റെഡി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പിങ്കി മോളെ, ഉസ്മാൻ നമ്മളെ സഹായിക്കുമെന്ന്. ഓ നല്ല ഉസു. ദേ, എനിക്ക് ഉസുവിൽ തീരെ പിടിക്കണില്ലാട്ടോ. എന്നോടല്ലടി പറഞ്ഞത് എന്റെ പേര് ഉസ്മാൻ എന്നാന്ന്. എവിടെ നിറക്കുമതി ചെയ്തതാടി നിന്റെ ഈ കസിനിനെ? അവൾ നാട്ടിൽ നിന്ന് വന്നതാണ്. കണ്ടിട്ട് കാട്ടിന്ന് വന്നത് പോലെയുണ്ട്. പിന്നെ എന്നെ പോലെ കണ്ണട വെച്ചതല്ലേ എന്ന് കൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. എന്നാലും നടക്കും നിങ്ങൾ. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ആ പണി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതെന്താണ് ഉസ്മാനെ നിനക്കിവിടെ പണി? നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നുകൂടെ? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എനക്കകത്തെ കാര്യമായിട്ടൊരു പണിയുണ്ട്. എന്താണെങ്കിലും ഞങ്ങളോടും കൂടെ പറടാ. ഹോ, എന്ത് പണിയാണെന്നേ ഞാൻ പറഞ്ഞുതരാം മക്കളെ. എന്താ സേന്താ? അത് നമ്മൾ അടുക്കളയിലെ ചട്ടിയിലുണ്ട് ഇന്നലത്തെ മീൻകറി ചൂടാക്കി വെച്ചിക്ക്. അതിൽ ചോറിട്ട് പെരക്കി തിന്നണം പഹയന്. അതാണ് പണി. ഉമ്മാ, നിങ്ങളെ നമ്മൾ കൊല്ലും. ഒന്ന് പോടെ ചെറുക്ക അവിടുന്ന്. കൊല്ലാൻ നമ്മൾ നിന്ന് തന്നെ. വേഗം എന്ത് നള്ളെന്ന് വെച്ചാൽ കഴിച്ചിട്ട് ഓരോ കൂടെ ചെല്ലി. അല്ല പിന്നെ